പരിവാദിനികള കലാ കുതൂഹല സാത്വികി ഗുണവിലാസ ചിത്രിത യാത്മന പരമ പാവനി കലാ സാ ശിവാനി വിദധാതു ശാരദ ശാരദേന്ദു കിരണോജ്വലാകൃതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭൂയോ അസദ സദസദിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭൂയോ അസദ സദസദിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയച്ചൈകം ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയച്ചൈകം ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയ വിഷയിത്വാൻ മിഥുനത്വമിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയ വിഷയിത്വാൻ മിഥുനത്വമിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവം ജ്ഞാനജ്ഞേയ വിഭാഗഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവം ജ്ഞാനജ്ഞേയ വിഭാഗഃ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങൾക്ക് ഏവർക്കും വന്ദനം. കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞ പൂത്തോട്ട ഗുരുദർശന പഠന കേന്ദ്രത്തിൻ്റെ മുഖ്യ ആചാര്യനായിരുന്ന പരമേശ്വരൻ മാസ്റ്ററുടെ പാവനമായ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരു പിടി പൂജാപുഷ്പങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. കഴിഞ്ഞൊരു തലമുറ ഗുരുവിനെ അറിഞ്ഞു വളർന്നതിന് കാരണഭൂതമായ അരുവിപ്പുറം മുതൽ ഓങ്കാരേശ്വരം വരെ എന്ന ആ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ പൂത്തോട്ടയെ സംബന്ധിച്ചിട്ടുള്ള സർവ്വ വിവരങ്ങളും കൈമാറിയ ഒരു എല്ലാവരുടെയും പൂർവികനായ ഒരു ആചാര്യനും കൂടി ആയിരുന്നു പരമേശ്വരൻ മാസ്റ്റർ. അപ്പോൾ അത് പൂത്തോട്ടയ്ക്ക് എന്നും ഒരു തീരാ നഷ്ടം തന്നെയാണ്. മാസ്റ്ററുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് വേദാന്ത സൂത്രത്തിൻ്റെ സൂത്രം 8
നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൻ്റെ ആരംഭം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സൃഷ്ടിക്ക് മുൻപ് സതിതം പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയശ്ചൈകം ചേതി. പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയശ്ചൈകം ചേതി എന്നാണ് സൂത്രം. പൂർവം എന്ന് പറഞ്ഞ സൃഷ്ടിക്ക് മുൻപ്, നാമരൂപങ്ങളോട് കൂടിയ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപ് സത്ത്, കേവല സത്തയായിരുന്ന, നാമരൂപരഹിതമായിരുന്ന, ഉണ്മ മാത്രമായിരുന്ന ആ സത്യം, ഇതം സത്ത്, ആ സത്ത് ഇതം ഈ പ്രപഞ്ച രൂപത്തിൽ മാറിയപ്പോൾ, ഈ നാമരൂപങ്ങളോട് കൂടിയ ഈ പ്രപഞ്ചമായി ആ കേവല സത്ത മാറിയപ്പോൾ, രൂപഭാവം പകർന്നപ്പോൾ, അനുസൃത്യ അല്ലെ, സതിതം അനുസൃത്യ, അതിനെ പിന്തുടർന്നു, ആ സത്തിനെ പിന്തുടർന്നർത്ഥം. ആ സത്ത് തന്നെ ഈ പ്രപഞ്ചത്തിന്റെ ഓരോ അണുവിലും നിറഞ്ഞു നിന്നു എന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ ആ സത്തിനെ പിന്തുടർന്നുകൊണ്ട് ചക്ഷുരാദേഹ, ചക്ഷു എന്ന് പറഞ്ഞാൽ കണ്ണാണ്. നമ്മൾ ആദ്യമേ തന്നെ ഒരു വിഷയം എടുക്കുന്നത് കണ്ണാണ്, കണ്ണുകൊണ്ടാണ്. അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും പഞ്ചപ്രാണനെയും എല്ലാത്തിനെയും ചേർത്തുകൊണ്ട് ചക്ഷുരാദേഹ, ഇന്ദ്രിയങ്ങളും പ്രാണനും ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളും പ്രാണനും ഏകം മനസ്സും ഉണ്ടായി എന്നാണ് ഗുരു പറഞ്ഞത്. ആ സത്ത് തന്നെയാണ് ഈ പ്രപഞ്ചമായി മാറിയപ്പോൾ ആ സത്ത് ഒട്ടും ഭാവത്തിൽ വ്യതിചലിക്കാതെ ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളും മനസ്സും ഒക്കെയായി മാറി എന്നാണ് ഗുരു 8ാം സൂത്രത്തിലൂടെ പറയുന്നത്. അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, അനേകം ഉപനിഷത്തുക്കളുടെ സാരത്തെയാണ് ഗുരു എന്താ പറയുക, വളരെ ചെറിയ ഒരു സൂത്രം കൊണ്ട്, ഏകദേശം 10 അക്ഷരങ്ങളുണ്ട്, 10 വേർഡ് ഉണ്ട് ഇതിനകത്ത്, 10 വേർഡ് കൊണ്ട് ഗുരു എത്രയോ ഉപനിഷത്തുകളിൽ പറയുന്ന പ്രപഞ്ച സത്യത്തെ, ഗുരുദേവ കൃതികളിൽ ആകമാനം അവിടുന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള പരമസത്യത്തെ ഒരു സൂത്രരൂപത്തിൽ, ഒരു ചിമിഴിൽ ഒതുക്കി നമ്മുടെ മുന്നിലേക്ക് വെച്ച് തന്നേക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനെ വളരെ വിശദമായി ആലോചിച്ച് ഗുരുവിൻ്റെ കൃതികളിലൂടെ കയറി ആ സത്യത്തെ നമ്മൾ തിരഞ്ഞു കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ പഠനത്തിന് ഒത്തിരി ശ്രദ്ധ ആവശ്യമുണ്ട്. പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ശ്രവിക്കുക. അത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ക്ലാസ് ഒന്നുകൂടെ കേൾക്കുക. അങ്ങനെ നിരന്തരമുള്ള ഒരു ശ്രവണവും മനനവും നിധിധ്യാസനവും ഒക്കെ ഇതിനകത്ത് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ്, നമ്മൾ പറഞ്ഞത് എന്താ, ഉണ്മയുടെ ഭാഗത്ത് നിന്ന് സത്യത്തെ പരിശോധിക്കുന്ന, അതായത് സത്യന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രപഞ്ചത്തെ, ആ ബോധത്തെ പറയുന്ന ഉപനിഷത്ത് വാക്യങ്ങളെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ചാന്തോക്യ ഉപനിഷത്ത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം തൈത്തിരീയ ഉപനിഷത്ത് നമ്മൾ പറഞ്ഞപ്പോഴാണ് നമ്മുടെ സമയമായി നമ്മൾ ക്ലാസ് നിർത്തിയത്. അപ്പോൾ ഇവിടെ തൈത്തിരീയ ഉപനിഷത്ത് ഈ വിഷയത്തിൽ എന്താണോ പറയുന്നത് എന്ന് നമുക്ക് നോക്കുമ്പോൾ, നമ്മൾ മുൻപ് പറഞ്ഞ ഒരു ആശയം തന്നെയാണ് ഈ സൂത്രം മുൻപും നമ്മൾ കോട്ട് ചെയ്തിരുന്നു. അപ്പോൾ കാരണം ഇതെന്തിനാണ്, കഴിഞ്ഞ ദിവസം ടീച്ചർ ഒരു സംശയം ചോദിച്ചിരുന്നു, എന്തിനാണ് ഉപനിഷത്തുക്കൾ ഇങ്ങനെ കോട്ട് ചെയ്യുന്നത്? അത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്, ഉപനിഷത്തിന്റെ സാരമാണ് ഗുരുദേവ കൃതികൾ എന്ന് പറയുകയും ഉപനിഷത്ത് എന്തിനാണ് കോട്ട് ചെയ്യുകയും എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം, ഇതിവിടെ വിചാരം ചെയ്യുന്ന വേദാന്തമാണ്, ഉപനിഷത്താണ്. അതിനെ സൂത്രരൂപത്തിലാക്കിയതാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. അപ്പോൾ അത് ഉൾക്കൊള്ളുന്ന ഉപനിഷത്ത് മന്ത്രങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂത്രങ്ങൾ ഇതിലേക്ക്, പിന്നെ ഉപനിഷത്ത് മന്ത്രങ്ങൾ ഇതിലേക്ക് കയറി വരുന്നത്. അപ്പോൾ പറയാണ്, തൈത്തിരീയോപനിഷത്തിലെ 2ാം അധ്യായം പറയാണ്, അസദ്വാ ഇതമഗ്ര ആസീത് തതോ വൈ സദജായത. അതായത് സത്തും അസത്തിന്റെയും ഭാഗത്ത് നിന്നുകൊണ്ട് പ്രപഞ്ച സൃഷ്ടിയെ ഉപനിഷത്തുക്കൾ എങ്ങനെ വിചാരം ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ചില ഉപനിഷത്തുകളിൽ സത്ത് എന്ന് പറയുന്നു, ചിലതിൽ അസത്ത് എന്ന് പറയുന്നു. എല്ലാത്തിന്റെയും പൊരുൾ ഒന്നാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുത്തുനിന്ന് കോട്ട് ചെയ്യുന്നത്. അസദ്വാ ഇതമഗ്ര ആസീത്, അവിടെ ഇതം എന്ന ശബ്ദം കൊണ്ട് എപ്പോഴും പ്രപഞ്ചത്തെയാണ് പറയണത്.
ഇതം ഈ പ്രപഞ്ചം അഗ്ര സൃഷ്ടിക്ക് മുമ്പ് അസദ്വ ആസീത്, അസത്തായിരുന്നു, നാമരൂപരഹിതമായ ഉണ്മയായിരുന്നു. തതോ വൈ അതിൽ നിന്ന് സത് അജായത ഈ നാമരൂപസഹിതമായ പ്രപഞ്ചം ഉണ്ടായി. തദാത്മാനം സ്വയം അകുരുത അതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ സത്ത് തന്നെ തന്നെയാണ് പലതാക്കിയത്. അപ്പോൾ പ്രപഞ്ചം വേറെ ബ്രഹ്മം വേറെ എന്നല്ല, അത് നമ്മൾ വളരെ വ്യക്തമായി ദൈവദശകം അത് തന്നെയാണ്, ആ ഉപനിഷത്ത് തന്നെയാണ് ദൈവദശകം. സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും ഒന്ന് തന്നെ എന്ന് പറയുമ്പോൾ, ഭൂതവും ഭാവിയും വർത്തമാനവും വേറല്ല എന്ന് പറയുമ്പോൾ, മായയും മായാവിയും മായാവിനോദനും മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും ഒന്ന് തന്നെ എന്ന് പറയുമ്പോൾ ആ ഒന്നിനെ കുറിച്ച് തന്നെ എവിടെയും പറയണത് അല്ലേ? ആ ഒന്ന് തന്നെ പലതായിട്ട് മാറിയപ്പോൾ ആ ഉണ്മ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നു എന്ന ഭാവമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ അസത്ത് എന്ന ശബ്ദത്തിന് നാമരൂപ വിശേഷ വിപരീത രൂപം, നാമരൂപ വിശേഷ വിപരീത രൂപം അവികൃതം ബ്രഹ്മ ഉച്യതേ അത് പറയാനാണ് ഇത് പറഞ്ഞത്. കാരണം ദർശനമാലയിലും ഗുരു പ്രപഞ്ച സൃഷ്ടി പറയുമ്പോൾ ആസീദഗ്രേ അസദേവേദം ഭുവനം എന്ന് പറഞ്ഞ തുടങ്ങണേ. അപ്പൊ നമുക്കിവിടെ സത്തായിരുന്നു എന്നിപ്പോൾ ഈ സൂത്രത്തിൽ പറഞ്ഞപ്പോൾ ഗുരു നമുക്ക് അസത്തായിരുന്നു എന്ന് പറഞ്ഞു തന്നിട്ടില്ലേ എന്നൊരു സംശയം വരാം. അതുകൊണ്ടാണ് ഈ ഉപനിഷത്ത് സൂത്രങ്ങളും ഗുരുവിന്റെ ദർശനമാലയൊക്കെ ഇതിന്റെ കൂടെ ചേർത്ത് പറയുന്നത്. അപ്പോൾ അസത്ത് എന്ന വാക്കിന്റെ വ്യാഖ്യാനം ഭാഷ്യം പറയുമ്പോൾ നാമരൂപ വിശേഷ വിപരീത രൂപം, നാമരൂപ വിശേഷങ്ങളില്ലാത്ത അവികൃതമായ നാമരൂപരഹിതമായ ബ്രഹ്മം എന്ന് അർത്ഥമെടുക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതായത് ന പുനരത്യന്തമേവ അസത്ത്, അത്യന്തമില്ലാത്ത ഒരു വസ്തുവിൽ നിന്നും ഒരു ശൂന്യതയിൽ നിന്നും ഒന്നും ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ എല്ലാവർക്കും സംശയം പറയാം. ഇനിയിപ്പോൾ ഉപനിഷത്തൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക്, ഇത്തിരി സീരിയസ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ എടുക്കുമ്പോൾ ഈ ഒന്നുമില്ലാത്തതിൽ നിന്ന് എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടാവണേ എന്നൊരു സംശയം വരാം. നാമരൂപങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത്. കാരണം പുനഃ അത്യന്തമേവ അസത്ത്, അത്യന്തമില്ലാത്ത ഒരു വസ്തുവിൽ നിന്നും ഒന്നും ഉണ്ടാവുകയില്ല. നഹി അസതഃ സത് ജന്മ അസ്തി, അസത്തിൽ നിന്നും സത്ത് ഉണ്ടാകുക ഒരിക്കലും സംഭവിക്കില്ല. സത്തിൽ നിന്ന് തന്നെയാണ് സത്ത് ഉണ്ടായിരിക്കുന്നത്. ആ സത്തിനെ നാമരൂപമില്ലായിരുന്നു എന്ന് കാണിക്കാനാണ് അസത്ത് എന്ന പദം ഉപയോഗിച്ചത് അല്ലെ? അപ്പൊ ദർശനമാലയിലെ 1ാമത്തെ ശ്ലോകം വളരെ നന്നായി പഠിച്ചു വെക്കണം. അത് പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് ഗുരു നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഉപദേശമാണ്. ആസീദഗ്രേ അസദേവേദം ഭുവനം സ്വപ്നവത് പുനഃ സസർജ സർവം സങ്കല്പമാത്രേണ പരമേശ്വര. പരമേശ്വരന്റെ സങ്കല്പമാണ് ഈ പ്രപഞ്ചമായി വിരിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അത് അവിടെ ഗുരു ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഉപനിഷത്തുക്കളോട് ചേർന്നുകൊണ്ട് തന്നെയാണ് ആ ആശയം ഗുരു നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഇത് ഇവിടെ കോട്ട് ചെയ്തത്. അങ്ങനെ ഋഷീശ്വരന്മാർ ആ ഏകമായ കാരണസത്തയെ പല കോണുകളിൽ നിന്നുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പല ഋഷിമാരുടെ അനുഭവം ഒന്നാണ്, പല വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. പല കോണുകളിൽ നിന്നുകൊണ്ട് അവർ പ്രപഞ്ച സൃഷ്ടിയെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരേ സദ്വസ്തുവിനെ തന്നെ, ഒരേ ഒരു ഈശ്വര സത്തയെ തന്നെ സകലതിലും കാണുക അല്ലെ? അങ്ങനെ സകലതിലും ദർശിക്കുന്നിടത്താണ് ആത്മദർശനം പൂർണ്ണമാകുന്നത്. ഒരേ ഈശ്വര സത്തയെ തന്നെ സകലതിലും കാണുക. ഗുരു ഇവിടെ അങ്ങനെ എല്ലാത്തിനെയും ഗുരു അങ്ങനെയാ കണ്ടത്. സർവ്വതിനെയും ആത്മബുദ്ധിയിൽ ആത്മസ്വരൂപമായി തന്നെയാണ് ഗുരു കണ്ടത്. അതുകൊണ്ടാണ് ഗുരുവിൽ നിന്ന് ഇത്തരത്തിൽ സ്വാനുഭവ രസികതയോടെയുള്ള വാക്കുകളും അനുഭവങ്ങളും ഊറി വന്നത് അല്ലേ? അതുകൊണ്ടാണല്ലോ മരുത്വാമലയിൽ ഇരുന്ന ആ ആത്മീയമായ ആനന്ദത്തിൽ നിന്ന് വിശ്വദർശനത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെയുള്ള അനുഭവം തന്നെയാണ്, ആ അനുഭവത്തിന് ഒട്ടും മാറ്റമില്ലാതെയാണ് ഈ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ പ്രപഞ്ചത്തിലെ സകലതിനെയും ഗുരു കണ്ടത് അല്ലേ? ഋഷിമാരുടെ അനുഭവം അങ്ങനെയാണ്.
ഇപ്പോൾ ഗുരുക്കന്മാരെ കാണാൻ ശിഷ്യഗണങ്ങൾ ഇങ്ങനെ എരച്ചു കയറി വരുമ്പോൾ എൻ്റെ സംഘാടകർ ഇതിനെയൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി നിർത്തുക അല്ലേ. നമ്മൾ രമണ മഹർഷിയുടെ അനുഭവം എപ്പോഴും ഓർമ്മ വരും. രമണ മഹർഷിയുടെ കാലത്ത് കാണാൻ ഇങ്ങനെ ശിഷ്യന്മാർ ജനങ്ങൾ എരച്ചു വരുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ കൽപ്പിച്ചുകൊണ്ട് അവിടെ ഒരു ബാരിക്കേഡ് വെക്കുന്നുണ്ട്. അപ്പോഴാണ് മഹർഷി തൻ്റെ ഇരിപ്പിടം എടുത്ത് പുറത്തേക്ക് ഇടുകയാണ്. കാരണം അവർക്ക് മഹർഷിയെയല്ല കാണേണ്ടത്, മഹർഷിക്ക് അവരെയാണ് കാണേണ്ടത്. അതാണ് മഹർഷിയുടെ ഭാവം. കാരണം ഇത് വിശ്വരൂപ ദർശനം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ സർവത്തിനെയും, അതാണ് ഋഷീശ്വരന്മാരുടെ അനുഭവം. വിശ്വരൂപ ദർശനം, വിശ്വദർശനം എന്ന് പറയുന്നത്. ബാരിക്കേഡൊക്കെ കെട്ടിവെച്ചവർ അവിടെ കെട്ടിവെച്ചോട്ടെ, പക്ഷെ ഇത് അനുഭവിക്കേണ്ടത് ഋഷിക്കാണ്, അവർക്കല്ല. അപ്പൊ അങ്ങനെയാണ് ഈ ലോകത്തെ സകലതിനും ഋഷീശ്വരന്മാർ കണ്ടത് ഈ ആത്മദർശനത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരേ സദ്വസ്തുവിനെ തന്നെയാണ് സകലതിലും ഋഷിമാര് ദർശിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ടത് സദ്വസ്തു ഉണ്ടായിരുന്നാൽ മാത്രം മതിയോ? ഉണ്മ ഇവിടെ എല്ലാത്തിലും ഉണ്മയുണ്ട്. ആ ഉണ്മ ഉണ്ടായിരുന്നാൽ മാത്രം പോരാ, അതിനെ പിന്തുടർന്ന് അനുഭവവും കൂടി വരണം. അപ്പോൾ അനുഭവം ആരുടെ സ്വഭാവമാണെന്ന് വെച്ചാൽ ചിത്തിന്റെ സ്വഭാവമാണ്. സത്തിനെ അനുഭവിക്കുന്നത് ചിത്തിലാണ്. സത്ത് അനുഭവമായി വരുമ്പോൾ അതിന് പറയുന്ന പേരാണ് ചിത്തെന്ന്. അറിയുക എന്നുള്ളത് സത്തിന്റെ സ്വഭാവമാണ്. ആ അറിയുന്ന ഭാവത്തിനെയാണ് ചിത്തം എന്ന് പറയുക. അതാണ് സത്ത്, ചിത്ത്, ആനന്ദം എന്നൊക്കെ നമ്മൾ പറയില്ലേ. ആ അനുഭവം ആനന്ദവും സത്ത് ഉണ്മയും അതിനെ അറിയുന്നത് ചിത്തും, ആ രണ്ടും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തിനെ നമ്മൾ ആനന്ദമെന്നും ഒക്കെ ഋഷിമാർ ഒന്നിനെ തന്നെ ഇങ്ങനെ മൂന്നായിട്ട് വകതിരിച്ച് പറഞ്ഞു തരണത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഈ സത്തിനെ അറിയുമ്പോൾ ആത്മാവിനെ അറിയാനുള്ള ഉപകരണങ്ങൾ വേണമല്ലോ. പ്രവർത്തിക്കാനുള്ള ഉപകരണങ്ങളായിട്ട് ഇന്ദ്രിയ മനസ്സുകളെ ഉണ്ടാക്കി എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ചിത്തിൽ ഈ സത്തിനെ അറിഞ്ഞത് എന്തിലൂടെയാണ്? ഇന്ദ്രിയത്തിലൂടെയും മനസ്സിലൂടെയും. അപ്പോൾ ബോധത്തിനെ ആ ഉണ്മ അനുഭവിക്കുന്നത് ചിത്തിലാണെങ്കിൽ അതിനുവേണ്ടി ആത്മാവിന് പ്രവർത്തിക്കാനുള്ള ഇന്ദ്രിയ മനസ്സുകളെ ഉണ്ടാക്കി എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഓരോ വാക്കുകളെടുത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. പൂർവം സത്ത് അല്ലെ. പൂർവം എന്ന് പറഞ്ഞാൽ സൃഷ്ടി. എല്ലാ വാക്കിന്റെ അർത്ഥം എങ്കിലും ഈവൻ പഠിച്ചിരിക്കണം. സൃഷ്ടിക്ക് മുൻപെന്നാണ് അർത്ഥം പൂർവം. സത്ത് 2 അക്ഷരേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണമായ ഈശ്വരസത്തയെ കുറിക്കുന്ന 2 അക്ഷരം കൊണ്ടാണ് പറഞ്ഞ സത്തെന്ന്. അതാണ് സംസ്കൃത ഭാഷയുടെ ഒരു പ്രത്യേകത. വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വളരെ വലിയ ഒരു ആശയത്തെ പ്രതിനിധാനം ചെയ്യാനുള്ള കഴിവ് സംസ്കൃത ഭാഷയ്ക്കുണ്ട്. അപ്പോൾ ആ സത്ത് തന്നെയാണ് ഈ ലോകമായി തീർന്നിരിക്കുന്നത് എന്ന് പറയാണ്. ഛാന്ദോക്യോപനിഷത്തിലെ 6-ാം അധ്യായത്തിലെ ഖണ്ഡം 8. ഛാന്ദോക്യോപനിഷത്ത് 6-ാം അധ്യായം ഖണ്ഡം 8 പറയുന്നുണ്ട്, യേശോ അണിമ ഏതദാത്മ്യമിതം. യേശോ അണിമ ഐതദാത്മ്യമിതം അല്ലെങ്കിൽ ഏതദാത്മ്യമിതം ചേർത്ത് പറയുമ്പോൾ യേശോ അണിമേതദാത്മ്യമിതം സർവം തത്സത്യം സ ആത്മാ തത്വമസി ചേതകേതോ. യേശോ അണിമ ഏതദാത്മ്യമിതം തത്സർവം ഏതദാത്മ്യമിതം സർവം തത്സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതോ. ഓരോന്നും ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ആത്മസത്യത്തെ, പ്രപഞ്ച സൃഷ്ടിയെ, എന്താണ് ഇങ്ങനെ പ്രപഞ്ചമായി മാറിയത് എന്നൊക്കെ അച്ഛൻ, പിതാവ് ഗുരുഭാവത്തിൽ നിന്നുകൊണ്ട് മകൻ ഉപദേശിച്ചു കൊടുക്കുക. പക്ഷെ ഓരോന്നും കേൾക്കും തോറും കുട്ടി പിന്നെയും ചോദിക്കുക, ഭൂയേവ ഭഗവാൻ ഭൂയേവ മാ ഭഗവാൻ വിജ്ഞാപയത്വതി. വീണ്ടും എനിക്ക് ഭഗവാൻ അതൊന്നും കൂടി എനിക്ക് പറഞ്ഞു തരൂ, എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെപ്പോലെയാ. ഭൂയേവ മാ ഭഗവാൻ വിജ്ഞാപയത്വതി, വീണ്ടും എനിക്ക് പറഞ്ഞു തരൂ. അപ്പൊ തഥാ സൗമ്യ, അപ്രകാരമാകട്ടെ ഹോവാജ എന്ന് പറഞ്ഞ അടുത്ത ഉദാഹരണം പറയുകയാണ് പിതാവ്. അത് ഇവിടെ അർത്ഥം യേശോ അണിമ, ആ സത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ സത്ത് എന്ന് പറഞ്ഞ ആ സൂക്ഷ്മരൂപം, അണിമ എന്ന് പറഞ്ഞ ഏറ്റവും സൂക്ഷ്മരൂപമായ ആ സത്ത് തന്നെയാണ് ഏതദാത്മ്യമിതം സർവം, ഈ സർവ പ്രപഞ്ചവുമായി മാറിയിരിക്കുന്നത്.
ആ എല്ലാത്തിൻ്റെയും മൂലകാരണമായിരിക്കുന്ന സത്ത് എന്ന സൂക്ഷ്മഭാവം തന്നെയാണ് ഈ ജഗത്തിൻ്റെ ആത്മാവായിരിക്കുന്നത്. ആ സത്ത് തന്നെയാണ് പ്രപഞ്ചത്തിലെ സകലതിലും ജീവനായി ആത്മാവായിരിക്കുന്നത് എന്ന് ഉപദേശിച്ചു കൊടുക്കുക. സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്ന സദൈവ സൗമ്യേതം അഗ്ര ആസീത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിചാരം ചെയ്തതാണ്. ആ സത്ത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ സകലതിലും ആത്മാവായിരിക്കുന്നത് സൂക്ഷ്മരൂപത്തിൽ. എന്നിട്ട് പറയണം തത്വമസി ശ്വേതകേതോ. അവിടെയാണ് തത്വമസി വാക്യം ശാന്തോക്യ ഉപനിഷത്തിൽ വരുന്നത്. നീയും അത് തന്നെയാണ്. നീയും ആ സൂക്ഷ്മഭാവമാണ് നീ എന്ന ശരീരമായും ഇന്ദ്രിയമായും മനസ്സായും ഒക്കെ മാറിയിരിക്കുന്നത്. നീയും അത് തന്നെയാണ് എന്ന് പറയാണ്. അവിടെയാണ് ആ സത്തിനെ കുറിച്ച് പറയുന്ന ഒരു ഭാവമാണ് അത്. അപ്പോൾ ഇനി നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്ത് നമ്മളിതൊന്ന് പറയുമ്പോൾ ദിവസം തോറും നമ്മൾ ഈ സത്തിനെ അനുഭവിക്കുന്നുണ്ട്. എപ്പോഴാണെന്നറിയോ? നല്ല ഉറക്കത്തിൽ, സുഷുപ്തിയിൽ നാം എന്നും ഈ സത്തിൽ ലയിക്കുന്നവരാ. ഇതിപ്പോൾ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞാൽ ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്വപ്നത്തിൻ്റെയും ചിന്തകളുടെയും എല്ലാം അവസാനം നമ്മൾ അറിയാതെ നമ്മുടെ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും ഒന്നുമില്ലാതെ പ്രാണസ്പന്ദനം മാത്രം ജീവരൂപത്തിൽ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സുഖകരമായ അനുഭവത്തിലേക്ക് നമ്മൾ നീങ്ങുന്നുണ്ട് അല്ലേ? അത് ആ സത്തിൽ ലയിക്കുന്നതാണ്, ആ സൂക്ഷ്മ രൂപത്തിൽ നമ്മൾ ലയിക്കുന്നതാണ്. അപ്പോൾ ഒരു സംശയം വരാം, എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന് കാരണമായ, നമ്മൾക്ക് കാരണമായ ആ സത്തയിലേക്ക് നമ്മൾ ലയിച്ചിട്ടും അതറിയാത്തത് എന്ന ഒരു സംശയം വരാം. അതിന് ശ്രുതി അഥവാ വേദം ഉത്തരം പറയുന്നുണ്ട്. തേനീച്ചകൾ അല്ലെ, പല തരത്തിലുള്ള, പല വലിപ്പത്തിലും, പല നിറത്തിലും, പല രുചിയിലും ഒക്കെയുള്ള നാനാവിധമായ പുഷ്പങ്ങളിൽ നിന്നും തേൻ ശേഖരിച്ചിട്ട് അതെല്ലാം കൂടി ഒരു ഒറ്റ രുചിയുള്ള ഒരു തേനാക്കി മാറ്റും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ആ തേനിനൊരിക്കലും ഞാൻ ഇന്ന പുഷ്പത്തിലെ ആയിരുന്നു, ഇന്ന രുചിയുള്ളതായിരുന്നു, ഇന്ന മണമുള്ള പുഷ്പത്തിലെ തേനായിരുന്നു എന്നൊന്നും വ്യക്തിബോധം അവിടെ ഉണ്ടാവില്ല. എല്ലാം ഒന്നായി കഴിഞ്ഞാൽ അവിടെ വ്യക്തിബോധം ഉണ്ടാവില്ല. എല്ലാവരും ചെന്ന് ലയിക്കുന്നത് ആ ഈശ്വരസത്തയിലായതുകൊണ്ട് ആ സമയത്ത് വ്യക്തിബോധം അവിടെ ഉണ്ടാവില്ല. നമ്മൾ അറിഞ്ഞില്ലല്ലോ, ഒന്നും അറിഞ്ഞില്ല എന്ന് പറയാറുണ്ടല്ലേ, എന്ത് വലിയ അനുഭവമാണെന്നറിയോ? പക്ഷെ അതിനോടൊപ്പം നമ്മൾ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയണത് നമ്മുടെ അജ്ഞാനവും കൂടിയാണ്. സുഖം ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും അറിഞ്ഞില്ല. ഈ ഒന്നും അറിഞ്ഞില്ല എന്ന അജ്ഞാനം മാറ്റാനാണ് നമ്മൾ ഈ ലോക ജീവിതത്തിൽ ജീവിക്കുന്നതും ഇത് പഠിക്കുന്നതൊക്കെ. അപ്പോൾ പറഞ്ഞു വന്നത്, തേന് എല്ലാം കൂടി ഒന്നായി കഴിഞ്ഞാൽ അതിന് അവിടെ ആ വ്യക്തിഭാവം ഉണ്ടായിരുന്നില്ല. എന്ത് സ്വാദോടു കൂടിയതായിരുന്നു, ഞാൻ വേറെയായിരുന്നു എന്നൊന്നും ഒരു തിരിച്ചറിയുവാൻ അതിന് കഴിയുന്നില്ല. അതിന് പറഞ്ഞു വന്ന അത് എന്തിനോട് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ മരണത്തിലും സുഷുപ്തിയിലുമൊക്കെ വ്യക്തിബോധം ഉണ്ടാകുന്നില്ല നമുക്ക്. ഇപ്പം നമ്മൾ ഉറങ്ങാൻ കിടന്ന് പിന്നെ എഴുന്നേറ്റില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ വേറൊരു ശരീരത്തിൽ ഉണരും, ഒരു സംശയമില്ല. വാസനകൾ അടങ്ങാത്തിടത്തോളം, നമ്മുടെ എന്താ പറയുക, കർമ്മഫലം അനുഭവിക്കാനുള്ളിടത്തോളം, സങ്കല്പങ്ങൾ ഉള്ളിടത്തോളം ഈ ശരീരത്തിലെ പ്രാരബ്ധം കഴിഞ്ഞു എന്നേ അർത്ഥമുള്ളൂ. അത് മറ്റൊരു ശരീരത്തിലേക്കായിരിക്കും ഉണരുക അല്ലേ? അപ്പം ഇങ്ങനെ ശരീരത്തിൽ നിന്ന് ശരീരത്തിലേക്ക് നമ്മളിങ്ങനെ ഉണർന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ശരീരത്തിലേക്ക് പോയാൽ പൂർവ്വ ശരീരത്തിലെ വ്യക്തിബോധം അവിടെ നഷ്ടപ്പെടുന്നില്ലേ? ഓരോ ലയത്തിലും മരണത്തിലും ലയത്തിലും വ്യക്തിബോധം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ ഉണ്മയായി തീർന്നിരിക്കുന്നു എന്നുപോലും ഉറക്കത്തിൽ നമ്മൾ അറിയുന്നില്ല. ആ സത്തിലേക്ക് ലയിച്ചു എന്നുപോലും അറിയാനാവാത്ത രീതിയിൽ ഗുരു പറയുന്ന പോലെ അവശതയാം അവിവേകത്തിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. കാരണം നമ്മളുടെ ആ സത്ത് പരമാത്മസത്തയിൽ ലയിക്കുമ്പോൾ വാസനകളും അതുപോലെ തന്നെ കർമ്മബന്ധങ്ങളും അവിടെ ലയിക്കുന്നില്ല, കർമ്മങ്ങൾക്കും ലയം സംഭവിക്കുന്നില്ല. അജ്ഞാനം നിലനിൽക്കുന്നു എന്നർത്ഥം. അജ്ഞാനം നിലനിൽക്കുന്നത് കൊണ്ടാണ് സത്തായി തീരുന്നതിന് മുൻപ് നമ്മൾ ഉറങ്ങാൻ കിടന്നപ്പോൾ എന്ത് ഭാവമാണോ ഉണ്ടായിരുന്നത് ആ പ്രശ്നങ്ങളുമായി, ആ ദുഃഖങ്ങളുമായി നമ്മൾ വീണ്ടും ഉണർന്നു വരുന്നത് അതുകൊണ്ടാണ് അല്ലേ? അപ്പോൾ അത് തിരിച്ചു വരുമ്പോഴും ആ വാസനയിൽ നിന്ന്
ആ കർമ്മത്തിൽ നിന്ന് ഉണർന്നു വരുന്നത് കൊണ്ടാണ്, ഈ ശരീരത്തിലെ പ്രാരബ്ധത്തിലേക്ക് ഉയർന്നു വരുന്നത് കൊണ്ടാണ് വീണ്ടും നമ്മളെ ദുഃഖം പിടികൂടുന്നത്. അപ്പം നമ്മൾ എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ വാസനകളെ, കർമ്മങ്ങളെ ശുദ്ധീകരിക്കണം, ഈശ്വരനെ അറിഞ്ഞ് യാത്ര ചെയ്യണം. അപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ജീവിത ശ്രേഷ്ഠതയിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും. ഇത് അറിഞ്ഞ് അന്ധനായ ഒരു വിശ്വാസിയായിട്ടും നമുക്ക് വേണേൽ കടന്നു പോകാം, ഇതറിഞ്ഞും കടന്നു പോകാം. രണ്ടിനും വ്യത്യാസമുണ്ട്. അറിഞ്ഞു കടന്നു പോകുന്നവൻ ശരിയായ വഴിയില, അറിയാതെ കടന്നു പോകുന്നവൻ വീണ്ടും 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, വന്നും പോയിക്കൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം. കാരണം ശരീരത്തിൽ വന്ന ദുഃഖമാണ്, ഒരു സംശയവും ഇല്ല, ഒരു സംശയം അവിടെ ഇല്ല. അപ്പോൾ ഈ ശരീരത്തിൽ വന്നാലും ഭഗവാനെ അങ്ങയെ അറിയാനും അത് അനുഭവിക്കുവാനുള്ള ഭാഗ്യം കൂടി തരണേന്നെങ്കിലും പ്രാർത്ഥിക്കാൻ നമ്മൾക്ക് കഴിയണ്ടേ? അതിനുള്ള ബോധമാണ് നമ്മൾ ഇതിലൂടെ നേടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിചാരം എവിടെയെങ്കിലും കുറേ കാശ് കൊണ്ടുപോയി ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിലോ അവിടെ എവിടെയൊക്കെ കൊണ്ടുപോയി ഇട്ട് സമൂഹത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ഇപ്പോൾ അത്, ഈ ധനം അല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേടാമെന്നും പറഞ്ഞ് നമ്മൾ കുറുക്കു വഴിയിലൂടെ എല്ലാം നേടാമെന്നും പറഞ്ഞ് ജീവിക്കുന്നവരാണ് നമ്മൾ. ഒട്ടും കഷ്ടപ്പെടാനോ ത്യജിക്കാനോ പഠിക്കാനോ അറിയാനോ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ ഓടാൻ വിധിയുള്ളവർ അങ്ങനെ ഓടട്ടെ. ഏതായാലും നാമങ്ങളും രൂപങ്ങളും എല്ലാം നശിക്കുന്നതാണ്. ഈശ്വര സങ്കല്പങ്ങളായാലും ബ്രഹ്മവിഷ്ണു മഹേശ്വരാദികളാണെങ്കിലും ഗുണത്തിൽപ്പെട്ടിരിക്കുന്നവരാണ്, അത് നശ്വരമാണ്. അവർ പോലും തേടുന്നതാണ് ഈ പരമ്പൊരുളിനെ. ആ പരമ്പൊരുളിനെ സാക്ഷാത്കരിച്ച ഗുരുക്കന്മാരാണ് പരമസത്യസ്വരൂപികളായി നിൽക്കുന്നത് എന്ന തത്വമാണ് ഭാരതത്തിലെ അധ്യാത്മ ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഗുരുസ്വരൂപം എവിടെ, ദൈവസ്വരൂപം എവിടെ എന്ന് നമ്മൾ ആരായണം, അല്ലെ. ആരാഞ്ഞാൽ, ആര് എന്ന് ആഞ്ഞാൽ ഈ സത്യത്തിനെ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാണ് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, വിവിധ പുഷ്പങ്ങളിൽ നിന്ന് വന്ന തേന് ഒന്നായി മാറിയപ്പോൾ അതിന് വ്യക്തിബോധമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മേഘം ഇവിടെ സൂര്യൻ്റെ ചൂടേറ്റ് ജലം നീരാവിയായി അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം കൂടി ചേർന്ന് മേഘമായിരിക്കുമ്പോൾ ആ ജലത്തിന് ഓർമ്മയുണ്ടാവുന്നില്ല, ഞാൻ ഇന്ന ജലസ്രോതസ്സിലെ ആയിരുന്നു, കുളത്തിലെ ആയിരുന്നോ, കിണറിലെ ആയിരുന്നോ, തടാകത്തിലെ ആയിരുന്നോ, പുഴയിലെ ആയിരുന്നോ എന്നൊന്നും. അതുപോലെ തന്നെയാണ് പരമാത്മസത്തയിലേക്ക് ചേരുമ്പോൾ അവിടെ വ്യക്തിബോധം ഉണ്ടാകുന്നില്ല, ഉറക്കത്തിൽ പോലും എന്നർത്ഥം. നമ്മുടെ സൂത്രം ഒന്നുകൂടി നോക്കൂ. പൂർവം സദിതമനുസൃത്യ ചക്ഷുരാദയശ്ചൈകം ച. പൂർവം സത്ത് ഇതം അനുസൃത്യ. സൃഷ്ടിക്ക് മുമ്പ് ആ സത്തായിരുന്ന പരമബോധം ഇതം ഈ പ്രപഞ്ചമായി മാറിയപ്പോൾ അനുസൃത്യ ഈ സത്തിനെ പിന്തുടർന്നുകൊണ്ട് ചക്ഷുരാദയ ഏകം ച. ചക്ഷുരാദി ഇന്ദ്രിയങ്ങളും ഏകം മനസ്സുമുണ്ടായി. അപ്പൊ എല്ലാത്തിലും സത്ത് അനുവർത്തിക്കുന്നു, അതാണ് അനുസൃത്യ. സത് ഇതം അനുസൃത്യ. അനുസൃത്യ എന്നുള്ള വാക്കൊന്ന് എടുത്തെഴുതുക. സത്ത് ഇപ്പൊ പറഞ്ഞല്ലോ എന്താന്ന്, ഇതം എന്താന്ന് പറഞ്ഞു, പ്രപഞ്ചമാണെന്ന് പറഞ്ഞു. പൂർവം എന്ന് പറഞ്ഞ സൃഷ്ടിക്ക് മുൻപുള്ള, സൃഷ്ടേഹേ പ്രാക്, ബിഫോർ ദ ക്രിയേഷൻ, സൃഷ്ടിക്ക് മുൻപ്. അപ്പോൾ അനുസൃത്യ എന്നുള്ള വാക്കാണ് നമുക്ക് നോക്കേണ്ടത്. പൂർവം സത്ത് ഇതം അനുസൃത്യ. സത്ത് ഇതം ഈ പ്രപഞ്ചമായി മാറിയപ്പോൾ അനുസൃത്യ അതിനെ പിന്തുടർന്നു, ഈ സത്തിനെ പിന്തുടർന്നു. സത്തിലേക്ക് അന്വയിച്ചെടുക്കണം അനുസൃത്യ എന്നുള്ള പദത്തിന് കേട്ടോ. ഇവിടെ ഗുരു ഉപയോഗിച്ചിരിക്കുന്ന പദം അനുസൃത്യ എന്നാണ്, അതായത് അതിനെ പിന്തുടർന്ന്. അതിന്റെ അർത്ഥം എന്താന്ന് പറയട്ടെ, ബോധമുണ്ടെങ്കിൽ മാത്രമേ പ്രപഞ്ചമുള്ളൂ. ഈ പ്രപഞ്ചമായി എപ്പോഴും നമ്മൾ പറയുന്ന ഒരു വാക്ക് അത്. ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട്, ബോധമില്ലയോ പ്രപഞ്ചമില്ല. അതുകൊണ്ടാണ് ഗുരു ഇവിടെ അനുസൃത്യ എന്നുള്ള വാക്ക് കൂട്ടിച്ചേർത്ത് വെച്ചേക്കുന്നത്. എന്തുകൊണ്ടാ? ആ സത്ത് ഇതിലേക്ക് അനുവർത്തിക്കുന്നു. ആ ബോധമുണ്ടെങ്കിൽ മാത്രമേ പ്രപഞ്ചത്തിനെ അനുഭവിക്കാനും അറിയാനും പറ്റൂ. അതുകൊണ്ടാണ് അതിനെ അനുസരിച്ച്, അതിനെ പിന്തുടർന്ന്, സത്തിനെ പിന്തുടർന്നാണ് ഈ പ്രപഞ്ചാനുഭവങ്ങൾ ഉണ്ടായതെന്ന് പറയാം. അപ്പോൾ സത്തിനെ ആശ്രയിച്ച് നിൽക്കുന്ന നാമരൂപങ്ങൾ മാത്രമാണ് എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളും. ഇവിടെ കാണുന്ന എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളും സത്തിനെ ആശ്രയിച്ച് നിൽക്കുന്ന നാമരൂപങ്ങൾ മാത്രമാണ്. നമ്മളും നിൽക്കുന്നത്
ആ സത്തിനെ ആശ്രയിച്ച് തന്നെയാണ്. ഒരു കുറ്റിയിൽ കെട്ടിയിട്ടിട്ടുണ്ട്. സത്തെന്ന ആ പരമ്പൊരുളിൻ്റെ ആ ഒരു ബന്ധനത്തിൽ, അല്ലെ, ആ അടിസ്ഥാനത്തിൽ എവിടേക്ക് ചുറ്റിക്കറങ്ങി നടന്നാലും ചെന്ന് എത്തുന്നത് അവിടെ തന്നെ ആയിരിക്കണം, അല്ലേ? ഒരു കാക്കയെ ഒരു നൂലിൽ കെട്ടി ഒരു കുറ്റിയിൽ കെട്ടിയിട്ടാൽ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ പറന്നും ഒക്കെ ദൂരെ പറ്റാവുന്നത്ര കയറി ചെല്ലുന്ന അത്ര ദൂരെയൊക്കെ പറന്നു നടക്കും. അവസാനം ചെന്ന് എത്തുന്നത് ആ കുറ്റിയെ തന്നെ ആശ്രയിക്കുന്നത്, അല്ലേ? എന്തൊക്കെ കളിച്ചാലും പുളച്ചാലും അഹങ്കരിച്ചാലും ഒക്കെ ചെന്ന് എത്തിച്ചേരേണ്ട ഇടം മറന്നു പോകാതിരിക്കണം. ഈ സത്ത് തന്നെയാണ് എന്നർത്ഥം. അപ്പോൾ പറഞ്ഞു വന്നത് അനുസൃത്യ എന്നുള്ളതാണ്. ജഡരൂപങ്ങളിലെല്ലാം ഈ സത്ത് പിന്തുടരുന്നു എന്നർത്ഥം. നമ്മൾ കാണുന്ന പ്രപഞ്ചത്തിലെ ജഡരൂപങ്ങളിലെല്ലാം ആ സത്യസ്വരൂപത്തിൻ്റെ സത്ത മാത്രം പ്രകടമായിരിക്കുന്നു. ആ സത്ത മാത്രമാണ് സത്യം. ജഡരൂപങ്ങൾ സത്യമല്ല. അതിന് അറിവോ ആനന്ദമോ ജഡരൂപങ്ങൾക്ക് ഇല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. സത്തിനെ പിന്തുടർന്നുകൊണ്ട് ചക്ഷുരാദി ഇന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും മനസ്സും ഉണ്ടായി. സൂത്രത്തിന്റെ അർത്ഥം എപ്പോഴും ബൈഹേട്ടായിരിക്കണം. ഓരോ വാക്കിന്റെ അർത്ഥം ബൈഹേട്ടായിരിക്കണം. പിന്നെ അതിന്റെ പൊരുളിലേക്ക് ആഴത്തിലേക്കും പോകാൻ പറ്റിയില്ലെങ്കിലും വെറുതെ കേട്ടിരിക്കുക. പക്ഷെ സൂത്രാർത്ഥം മനസ്സിലാക്കണം, അത് ഉറപ്പാണ്. കാരണം ഒരു സൂത്രം 2 ക്ലാസ്സൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥമെങ്കിലും നമുക്ക് പഠിക്കണ്ടേ? അപ്പോൾ സത്തിനെ പിന്തുടർന്ന് ചക്ഷുരാദി ഇന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും മനസ്സും ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത് പഞ്ചഭൂതാത്മകമാണ് പ്രപഞ്ചവും മനസ്സും ഉൾപ്പെടെയുള്ള സകലതും. പഞ്ചഭൂതങ്ങളുടെ സ്ഥൂല സൂക്ഷ്മ ഭാവങ്ങളാണ് നമ്മളുടെ മനസ്സിനെയും ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളെയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രപഞ്ചം പഞ്ചഭൂതാത്മകമാണ്, നമ്മുടെ മനസ്സ് പഞ്ചഭൂത തന്മാത്രാത്മകമാണ്, നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകമാണ്, അല്ലേ? ഈ പഞ്ചഭൂതങ്ങൾ സത്വ രജസ് തമോ ഗുണങ്ങളോട് കൂടിയവയാണ്. അവയുടെ സ്ഥൂല സൂക്ഷ്മഭാവങ്ങളാണ് ഈ പ്രപഞ്ചമായി മാറിയിരിക്കുന്നത്. അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞു തരാം. അപ്പോൾ ഒന്നും കൂടി മനസ്സിലാക്കണം. ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ ഇവയുടെ കൂടിക്കലർപ്പുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് സ്ഥൂല പ്രപഞ്ചം. മനസ്സ്, ബുദ്ധി, നമ്മുടെ ഇന്ദ്രിയങ്ങള്, പഞ്ചഭൂതങ്ങള് ഇവയെല്ലാം കൂടി കലർന്നതാണ് ഈ സ്ഥൂല പ്രപഞ്ചം. ഇവ ഉണ്ടായി മറയുന്നവയാണ്. ഉണ്ടായതെല്ലാം നിലനിന്നു മറയുന്നവയാണ്. ജഡരൂപങ്ങൾക്ക് സ്വന്തമായ നിലനിൽപ്പോ അനുഭവമോ ഇല്ല. അതിനകത്ത് കയറി സത്തുള്ളത് കൊണ്ടാണ് നമുക്കതിനെ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ചേതനൻ ഉണ്ടെന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ ഉള്ളതായി കാണപ്പെടാൻ പറ്റുകയുള്ളൂ എന്നർത്ഥം. ഒരു ചേതനൻ ഉണ്ടെന്നറിഞ്ഞാൽ മാത്രമേ ജഡരൂപങ്ങൾക്ക് ഉണ്മയുള്ളൂ എന്നർത്ഥം. ആ ചേതനനെയാണ് ഇവിടെ സത്തെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ചക്ഷുരാദയ ചൈകം ചേതി. ഞാൻ ആ വാക്കെടുത്ത് എഴുതുക കേട്ടോ. ചക്ഷുരാദയ. ചക്ഷു എന്ന വാക്കിന് എന്താ അർത്ഥം? കണ്ണെന്നർത്ഥം. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഒന്നാണ് കണ്ണ്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. പിന്നെ ആ ചക്ഷുരാദയം വ്യാഖ്യാനിക്കുമ്പോൾ ഇത്രയെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അതായത് നമ്മളുടെ സൂക്ഷ്മ ശരീരത്തെയാണ് ചക്ഷുരാദേഹ എന്നുള്ള പദം കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സൂക്ഷ്മ ശരീരം എന്ന് കൊടുക്കുക. ആദ്യമായി നമ്മുടെ വ്യക്തിസത്തയിൽ രൂപം കൊള്ളുന്നതാണ് സൂക്ഷ്മ ശരീരം. ഇനി സൂക്ഷ്മ ശരീരം എന്തൊക്കെയാണ് നോക്കാം. ഏതൊക്കെയാണ് സൂക്ഷ്മ ശരീരം? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ചക്ഷുരാദേഹ എന്നുള്ള വാക്യം കൊണ്ട് ഒരു വ്യക്തിസത്തയിൽ ആദ്യം രൂപം കൊള്ളുന്ന സൂക്ഷ്മ ശരീരത്തെയാണ് ക്രിയേഷനിൽ പറയുന്നത്, സൃഷ്ടിയിൽ പറയുന്നത്. അപ്പോൾ സൂക്ഷ്മ ശരീരം ഏതൊക്കെയാ? സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോൾ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള്, പഞ്ചകർമ്മേന്ദ്രിയങ്ങള്, മനസ്സിലാവുന്നുണ്ടോ? പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള്, പഞ്ചകർമ്മേന്ദ്രിയങ്ങള്, പഞ്ചപ്രാണൻ, മനസ്സ്, ബുദ്ധി തുടങ്ങി 17 തത്വങ്ങൾ ചേർന്നതാണ് സൂക്ഷ്മ ശരീരം. പറഞ്ഞു നോക്കിയേ. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള്, പഞ്ചകർമ്മേന്ദ്രിയങ്ങള്. കർമ്മേന്ദ്രിയങ്ങൾ ഏതൊക്കെയാ? വാക്ക് ഒരുപോലെ തന്നെ
വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. ഓക്കെ, അപ്പൊ വാക്ക് ജ്ഞാനേന്ദ്രിയമായും കർമ്മേന്ദ്രിയമായും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയാണ്. അപ്പോ വാക്ക്, പാണി എന്ന് പറഞ്ഞ കയ്യ്, പാദം, പായു ജനനേന്ദ്രിയം, പായു വിസർജനേന്ദ്രിയം, ഉപസ്ഥം ജനനേന്ദ്രിയം. ഇങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 പ്രാണനുകൾ. പ്രാണൻ, അപാനൻ, പ്രാണ, അപാന, ഉദാന, സമാന, വ്യാനൻ തുടങ്ങി പഞ്ചപ്രാണനും മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നീ അന്ധകരണത്തിന്റെ 4 ഘടകങ്ങളെ 2 ചേർത്ത് മനസ്സും ബുദ്ധിയുമാക്കി ചേരുമ്പോൾ 5, 10, 15, 2, 17 തത്വങ്ങൾ ചേർന്ന ഈ സൂക്ഷ്മ ശരീരത്തെയാണ് ഇവിടെ ചക്ഷുരാദേഹ ഏകം ച എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചക്ഷുരാദികളും ആ ഏകം എന്ന് പറഞ്ഞ മനസ്സുമായി മാറിയിരിക്കുന്നു അല്ലെ. അവിടെ നോക്കൂ, നമ്മുടെ ഗദ്യപ്രാർത്ഥന അല്ലെ, ഗദ്യപ്രാർത്ഥനയിലല്ലേ ഗുരു നമുക്ക് പറഞ്ഞു തന്നത് കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല അല്ലെ. അപ്പൊ ഈ കാണപ്പെടുന്നതിനെല്ലാം 3 രൂപമുണ്ട്. നമ്മൾ ഗദ്യപ്രാർത്ഥനയൊക്കെ പഠിച്ചു കഴിഞ്ഞതാ. സ്ഥൂലം അല്ലെ, മാംസമയമായ ദേഹത്തിനെയാണ് സ്ഥൂല ശരീരം എന്ന് പറയാ. അപ്പൊ നമ്മൾ കാണുമ്പോൾ മനുഷ്യരെ മാത്രമല്ല നോക്കേണ്ടത്. വൃക്ഷത്തിന് ശരീരമുണ്ട്, പക്ഷിക്ക് ശരീരമുണ്ട്, പാമ്പിന് ശരീരമുണ്ട്, കൊതുകിന് ശരീരമുണ്ട് അല്ലെ, ഈച്ചയ്ക്ക് ശരീരമുണ്ട്. എല്ലാത്തിൻ്റെയും പുറമേ കാണുന്ന സ്ഥൂലത്തിൽ മാംസമയമായ ദേഹത്തിനെയാണ് സ്ഥൂല ശരീരം എന്ന് പറയുക. സൂക്ഷ്മ സ്യാദു വാസനാമയ, വാസനാമയമായ ശരീരത്തിനെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുക. വാസനാമയം. ഇനി ഈ വാസന തന്നെയാണ് നമ്മുടെ ജന്മത്തിന് കാരണമായി വരുന്നത്, അജ്ഞാനം. അതിനെയാണ് കാരണം എന്ന് പറയുന്നത്. എല്ലാത്തിനും ഒരു കാരണമുണ്ട്. നമ്മൾ വരാൻ കാരണം അജ്ഞാനമാണ്. ഞാൻ എൻ്റെ യഥാർത്ഥ സത്ത എന്തെന്ന് തിരിച്ചറിയാതെ ഇങ്ങനെ ശരീരങ്ങളിൽ കിടന്ന് കറങ്ങുന്നതാണ് നമ്മുടെ അജ്ഞാനം. അപ്പോൾ ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിന്, ഈ നമ്മുടെ കാണപ്പെടുന്ന സകലതിനും കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും അറിയുന്നത് എന്നർത്ഥം പറയാം കാണപ്പെടുന്നത് അല്ലെ. അതിനൊക്കെ ഈ 3 ഭാവങ്ങളുണ്ട്, സ്ഥൂലവും സൂക്ഷ്മവും കാരണം. എല്ലാം ഉണ്ടായത് ഗുരു പറഞ്ഞില്ലേ, പൂർവം സതിതം അനുസൃത്യ, ആ പരമാത്മാവിൽ നിന്നും ഉണ്ടായി ചെന്ന് ചേരുന്നത് അതിൽ തന്നെയാണ്. അതിനാൽ ഇവിടെ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല. അത് ഗുരുവിന്റെ അനുഭവമാണ്. വെറുതെ ഗദ്യപ്രാർത്ഥന രചിച്ചു വെച്ചതല്ല അത്. എത്രയോ ഉപനിഷത് സാരത്തെ എടുത്തു വെച്ചാണ് ആ ഉപനിഷദുക്തി രഹസ്യം ഓർത്തിടയണം എന്ന് പറഞ്ഞ ഗുരുവിന്റെ രചന. ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇവിടെ സൂക്ഷ്മ ശരീരം ഇല്ലാതെ ജീവനോ, ജീവനില്ലാതെ സൂക്ഷ്മ ശരീരത്തിനോ നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് ഗുരു ചക്ഷുരാദേഹ ച ഏകം ച എന്ന് പറഞ്ഞത്. അതായത് ജീവൻ പ്രതിബിംബിച്ചിരിക്കുന്നത് സൂക്ഷ്മ ശരീരത്തിലേക്കാണ്, അന്ധകരണത്തിലേക്കാണ്. അപ്പോൾ ആ സൂക്ഷ്മ ശരീരം ഇല്ലാതെ ജീവൻ നിലനിൽക്കില്ല, ആ ജീവൻ ഇല്ലാതെ സൂക്ഷ്മ ശരീരവും നിലനിൽക്കില്ല. അപ്പോൾ അതാണ് നമ്മൾ അറിയേണ്ട ഒരു ബേസിക് തത്വം. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഏകമായ ജീവസത്തെ തന്നെയാണ് ഭിന്നമായ ഇന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ച വിഷയമായി മാറുന്നത്. ആ ഒരേ ഒരു സത്ത തന്നെയാണ് കണ്ണിലൂടെ കാഴ്ചയായും, മൂക്കിലൂടെ മണമായും, നാക്കിലൂടെ രുചിയായും, ത്വക്കിലൂടെ സ്പർശമായും, ചെവിയിലൂടെ ശബ്ദമായും ഒക്കെ മാറിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ വിചാരം ചെയ്ത ഒരു ഭാഗം തന്നെയാണ്. ഇതിലെ പൂർവ്വ പഠിതാക്കൾക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ പുതിയതായിട്ട് കുറേ ആളുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള ഭാഗമായതുകൊണ്ട് നമുക്കത് എങ്ങനെയാണ് ക്രിയേഷൻ എന്നുള്ള ആ ഒരു പഞ്ചഭൂതങ്ങളും അതുപോലെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പ്രാണനും ഒക്കെ എങ്ങനെയാണ്, എന്തിൻ്റെ കൂടിക്കലർപ്പാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതൊന്ന് വിശദീകരിക്കുക. അത് പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അതിവിടെ ഒന്ന് വിശദീകരിക്കാം. ആദ്യം നമ്മൾ പറഞ്ഞെടുത്ത് തന്നെ വരണം. ശരീരം പഞ്ചഭൂതാത്മകമാണ്, മനസ്സ് പഞ്ചതന്മാത്രകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ പഞ്ചതന്മാത്രകൾ കൊണ്ട് നിർമ്മിച്ചതാണ് നമ്മുടെ മനസ്സ്. പിന്നെ ഇന്ദ്രിയങ്ങൾ പഞ്ചഭൂതാത്മകമാണ്.
അതുപോലെ ഈ പ്രപഞ്ചം പഞ്ചഭൂതാത്മകമാണ്. പഞ്ചഭൂതങ്ങൾക്ക് 3 ഗുണങ്ങളോട് കൂടിയവയാണ്. പഞ്ചഭൂതങ്ങൾ ഇനി പറയണ്ടല്ലോ, നിങ്ങൾ ഒത്തിരി ഹയർ തലത്തിലെത്തിയ പഠിതാക്കളാണ്. ഭൂമി, ആകാശം, ജലം, വായു, അഗ്നി, ഇതാണ് പഞ്ചഭൂതങ്ങൾ. എന്നിട്ട് ഈ പഞ്ചഭൂതങ്ങൾ ത്രിഗുണാത്മകമാണോ എന്ന് എഴുതുക. ത്രിഗുണാത്മകം എന്ന് പറഞ്ഞാൽ സത്വം, രജസ്, തമസ് ഇവയോട് കൂടിയവയാണ് പഞ്ചഭൂതങ്ങൾ. നമുക്ക് വെറുതെ സൃഷ്ടി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിൻ്റെയും ആ സാത്വികമായ ആ അംശം ഗുണം ചേർന്നതാണ് മനസ്സ്. ഓരോന്നിൻ്റെയും സത്വഗുണം ചേർന്നതാണ് മനസ്സ് എന്ന് നമുക്ക് പറയാം. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇനി എങ്ങനെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ വന്നതെന്ന് നോക്കാം. അപ്പൊ പഞ്ചഭൂത തന്മാത്രകളാണ് മനസ്സിന്റെ കണ്ടന്റ് എന്നറിയാം. അതുകൊണ്ടാണ് മനസ്സ് അങ്ങോട്ട് നോക്കുന്നു പറയുമ്പോൾ കണ്ണിലൂടെ കാഴ്ചയായിട്ട് വരുന്നത്. അല്ല, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ആകാശം എന്ന് എഴുതുക. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, അല്ലെ? അങ്ങനെയാണ് ആ സൃഷ്ടി പറയുന്നത്. ആകാശം, ആകാശാത് വായു, വായോരഗ്നി, അഗ്നേരാപഹ, അദ്ഭ്യഹ, പൃഥിവി എന്ന് പറയും, അല്ലെ? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന് എഴുതിയിട്ട് ആകാശത്തിന്റെ നേരെ ഒരു വരയിട്ടിട്ട് ആകാശത്തിന്റെ സാത്വിക അംശത്തിൽ നിന്നാണ് നമ്മളുടെ ശ്രവണേന്ദ്രിയം ഉണ്ടായിരിക്കുന്നത്, ചെവി ഉണ്ടായിരിക്കുന്നത്. ചക്ഷുരാദി ഇന്ദ്രിയങ്ങൾ ഉണ്ടായെന്ന് സൃഷ്ടി പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ അതൊന്നെടുത്ത് പറയണത് കേട്ടോ. അപ്പോൾ ആകാശത്തിന്റെ സാത്വിക അംശത്തിൽ നിന്നാണ് പറഞ്ഞു. പഞ്ചഭൂതങ്ങളിൽ സത്വഗുണമുണ്ട്, രജോ ഗുണമുണ്ട്, തമോ ഗുണമുണ്ട്. ഇവിടെ സത്വഗുണം മാത്രമാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ ഏറ്റവും സൂക്ഷ്മവും ഏറ്റവും ശക്തിമത്തരവുമാണ്. അതുകൊണ്ടാണ് സാത്വിക അംശം കൊണ്ടാണ് അതിന്റെ ഉദ്ഭവം. അപ്പോൾ ആകാശത്തിന്റെ സാത്വിക അംശത്തിൽ നിന്നാണ് ചെവി ഉണ്ടായിരിക്കുന്നത്. ചെവി എടുക്കുന്നത് ആകാശത്തിന്റെ ഗുണമായ ശബ്ദത്തെയാണ്. ആകാശം ഗുണം ശബ്ദം, അതെടുക്കുന്ന ഇന്ദ്രിയം ചെവിയാണ്. ഒന്ന് റിവൈസ് ചെയ്തോട്ടാ പഠിച്ചു കഴിഞ്ഞവർക്ക്. അടുത്തത് ആകാശം കഴിഞ്ഞു വായു. വായുവിന്റെ സാത്വിക അംശത്തിൽ നിന്നാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? വായുവിന്റെ സാത്വിക അംശത്തിൽ എന്തുണ്ടാക്കിയിരിക്കുന്നത്? ത്വക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെ? വായുവിന്റെ സാത്വിക അംശത്തിൽ നിന്നാണ് നമ്മളുടെ ത്വക്ക്, സ്കിൻ, അല്ലെ? ത്വക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ഗുണമാണ് സ്പർശം. അടുത്തതാണ് അപ്പൊ വായുവിന്റെ സാത്വികാംശം ത്വക്ക്, അതിന്റെ ഗുണം സ്പർശം. അടുത്ത് അഗ്നിയുടെ സാത്വികാംശത്തിൽ നിന്നാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ചക്ഷുസ്, കണ്ണ്. അഗ്നിയിൽ നിന്നാണ് കണ്ണ്, അല്ലെ? സാത്വിക അംശത്തിൽ നിന്നാണ് കണ്ണ്. അത് എടുക്കുന്നത് എന്താണ്? അതിന്റെ ഗുണം ഏതാണ്? രൂപം. അടുത്തത് ജലം. അഗ്നേരാപഹ, ജലം. ജലത്തിന്റെ സാത്വിക അംശമാണ് സാത്വികാംശത്തിൽ നിന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? രസന, അല്ലെ? നാവ്, അല്ലെ? രസത്തെ എടുക്കുന്ന രസന. അപ്പോ അതിന്റെ ഗുണമാണ് എന്താ? രസം, അല്ലെ? അപ്പൊ ജലത്തിന്റെ ഗുണമാണ് രസം. അടുത്തത് ഭൂമി. ജലത്തിൽ നിന്ന് ഭൂമിയുടെ ഗുണമാണ്, ഭൂമിയുടെ സാത്വികാംശത്തിൽ നിന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? ഘ്രാണേന്ദ്രിയം, നാസിക, അല്ലെ? ഘ്രാണേന്ദ്രിയം ഉണ്ടായിരിക്കുന്നത് നാസിക. അതിന്റെ ഗുണമാണ് എന്ത്? ഗന്ധം. അപ്പോ ഇപ്പൊ മനസ്സിലായെന്ന് തോന്നുന്നു. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധമാണ് പഞ്ചഭൂത തന്മാത്രകൾ. അപ്പോൾ ഈ ഓരോന്നിന്റെയും ജ്ഞാനേന്ദ്രിയമായി വന്നിരിക്കുന്നത് പഞ്ചഭൂതങ്ങളുടെ സാത്വിക അംശമാണ്. ശബ്ദ, സ്പർശ, രൂപരസ, ഗന്ധങ്ങളെ അടങ്ങുന്ന ഇന്ദ്രിയങ്ങളായിട്ട് മാറിയിരിക്കുന്നത്. ഈ ഒരു ഇന്ദ്രിയത്തിന് ഒരു കഴിവേ ഉള്ളൂ. ഈ കണ്ണിന് ഈ രൂപത്തെ എടുക്കാനല്ലാതെ മറ്റൊന്നിനും പറ്റില്ല, അല്ലേ? അപ്പോൾ പഞ്ചഭൂതങ്ങളുടെ സാത്വിക അംശമാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞു. ഇനി അടുത്തത് പഞ്ചഭൂതങ്ങളുടെ ഓരോന്നിൻ്റെയും വെവ്വേറെ രാജസംശം. സാത്വികം കഴിഞ്ഞു രാജസം.
രാജസംശത്തിൽ നിന്നാണ് കർമ്മേന്ദ്രിയങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പഞ്ചഭൂതങ്ങളുടെ രാജസംശത്തിൽ നിന്നാണ് കർമ്മേന്ദ്രിയങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് കർമ്മേന്ദ്രിയം ഏതാണെന്ന് താഴെ ഇത് ബേസ് ആണ് നമ്മളുടെ. കാരണം ഗുരു ഇത് ഈ പഞ്ചഭൂതങ്ങളെ എത്രയോ കൃതികളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഇത് പഠിച്ചാൽ നമുക്കിത് എല്ലാത്തിനും പ്രയോജനപ്പെടും. അപ്പോൾ കർമ്മേന്ദ്രിയം ഒന്ന് വാക്കാണ് അല്ലെ, വാക്ക്. അപ്പോൾ ആകാശത്തിന്റെ രാജസംശം കൊണ്ടാണ് വാക്കുണ്ടായിരിക്കുന്നത് കേട്ടോ. ആകാശത്തിന്റെ രാജസംശം കൊണ്ടാണ്, ആകാശം എന്ന പഞ്ചഭൂതത്തിന്റെ രാജസംശം കൊണ്ടാണ് വാക്കുണ്ടായിരിക്കുന്നത്. ഇനി വായുവിന്റെ രാജസംശം കൊണ്ടാണ് പാണി, കൈ ഉണ്ടായിരിക്കുന്നത്. വായു എന്ന് എഴുതിയിട്ട് പാണി എന്ന് കൊടുക്കുക, കൈ. ഇനി അഗ്നിയുടെ രാജസംശം കൊണ്ടാണ് പാദമായി വന്നിരിക്കുന്നത്, അതിന് ചലനശക്തി. അപ്പോൾ അതുപോലെ തന്നെ ഭൂമിയുടെ രാജസംശം കൊണ്ടാണ് നമ്മുടെ വിസർജനേന്ദ്രിയം വന്നിരിക്കുന്നത്. ഭൂമിയുടെ രാജസംശം കൊണ്ടാണ് വിസർജനേന്ദ്രിയം വന്നിരിക്കുന്നത്. അതുപോലെ ജലത്തിന്റെ രാജസംശം കൊണ്ടാണ് നമ്മുടെ ഉപസ്ഥം, ജനനേന്ദ്രിയം വന്നിരിക്കുന്നത്. ഇതൊക്കെ സൃഷ്ടിയുടെ സൂക്ഷ്മമായ തത്വമാണ് കേട്ടോ. തത്വബോധം ഉണ്ടാവണം നമുക്ക്. അപ്പോൾ ആകാശത്തിന്റെ രാജസംശം വാക്ക്, വായുവിന്റെ ഇപ്പൊ കർമ്മേന്ദ്രിയങ്ങളാണ് കേട്ടോ. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. ആകാശത്തിന്റെ രാജസംശമാണ് വാക്ക്, വായുവിന്റെ രാജസംശമാണ് പാണി, അഗ്നിയുടെ രാജസംശമാണ് പാദം, ഭൂമിയുടെ രാജസംശമാണ് പായു, ജലത്തിന്റെ രാജസംശമാണ് ഉപസ്ഥം. ഇനി അടുത്ത ഒരു സെക്ഷൻ പഞ്ചഭൂതങ്ങളുടെ ടോട്ടലി എല്ലാത്തിൻ്റെയും. ഇപ്പൊ നമ്മൾ ഓരോന്നിന്റെ പറഞ്ഞ് ഈ പഞ്ചഭൂതങ്ങളെ എല്ലാത്തിൻ്റെയും ചേർത്ത് അതിന്റെ രാജസംശം കൊണ്ടാണ് പഞ്ചപ്രാണൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പഞ്ചപ്രാണന്റെ സൃഷ്ടി പഞ്ചഭൂതങ്ങളുടെ ആ രാജസംശത്തിന്റെ ടോട്ടാലിറ്റിയാണ് പ്രാണനായി മാറിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ ഇന്ദ്രിയങ്ങളിലൂടെയും ഈ പ്രാണപ്രസരണം ഉണ്ടാവണം. രണ്ടും ഒരേ ഘടകമാണ്. രാജസംശം തന്നെയാണ് പ്രാണനിലും കർമ്മേന്ദ്രിയങ്ങളിലും ഉള്ളത്. അപ്പോൾ പഞ്ചഭൂതങ്ങളുടെ രാജസംശം എല്ലാത്തിൻ്റെയും, ഭൂമി, ആകാശം, ജലം, വായു, അഗ്നി എല്ലാത്തിൻ്റെയും കൂടി രാജസംശം എടുത്തിട്ടാണ്, മറ്റേ കർമ്മേന്ദ്രിയങ്ങൾക്ക് ഓരോന്നേ ഉള്ളൂ, ഇത് എല്ലാത്തിൻ്റെയും രാജസംശം എടുത്തിട്ടാണ് പഞ്ചപ്രാണനായി മാറിയിരിക്കുന്നത്. പഞ്ചപ്രാണൻ പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ ഇവയാണ്. ഇനി അടുത്തത് പഞ്ചഭൂതങ്ങളുടെ ടോട്ടൽ താമസാംശം എടുത്തിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. പഞ്ചീകരിച്ച പ്രപഞ്ചം, പഞ്ചീകൃതമായ പഞ്ചഭൂതങ്ങൾ. നേരത്തെ ഇത്ര നേരം പറഞ്ഞു വന്നത് പഞ്ചീകരിക്കാത്ത പഞ്ചഭൂതങ്ങളെ കുറിച്ചാണ്. ഈ പ്രപഞ്ചമായി വന്നപ്പോൾ പഞ്ചീകരണം നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? 5ന്റെയും അംശമുണ്ട്. ഒന്നുകൂടി പറയണം, പഞ്ചഭൂതങ്ങൾ ടോട്ടലിന്റെയും താമസഭാവം എടുത്തിട്ടാണ് ഈ പ്രപഞ്ചം വന്നിരിക്കുന്നത്. പ്രപഞ്ചം ഏറ്റവും ശുദ്ധ ജഡമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പഞ്ചഭൂതങ്ങളുടെ താമസാംശം കൊണ്ടാണ് പഞ്ചീകൃതമായ പ്രപഞ്ചം ഉണ്ടായത്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നറിയില്ല, എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അത് നമ്മളെ സംബന്ധിച്ച തത്വം തന്നെയാണ്. പഞ്ചഭൂതങ്ങളുടെ എല്ലാത്തിൻ്റെയും ആ താമസാംശം എടുത്തിട്ടാണ് പ്രപഞ്ചം ഉണ്ടായത്. എന്ന് വെച്ചാൽ ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അംശം മാത്രമല്ല അതിലുള്ളത്. ജലം, വായു, അഗ്നി, ആകാശത്തിന്റെ ഓരോരോ അംശം അവിടെയുണ്ട്. ഭൂമിയുടെ ഒരു വൃത്തം വരച്ചാൽ പകുതി ഭൂമിയാണെങ്കിൽ ബാക്കി 4ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഓരോ എലമെന്റിന്റെയും ഓരോ അംശം ഭൂമിയിലുണ്ട്. വിറകെടുത്ത് കത്തിക്കാൻ വെച്ചാൽ അതിന് വെള്ളം വരും അല്ലെ, അതിൽ തീ അംശം ഓൾറെഡി ഉള്ളതുകൊണ്ട് അത് കത്ത് പിടിക്കുന്നത്. അതിനകത്ത് സ്പേസ് ഉണ്ട്, ആകാശമുണ്ട്, അതിനകത്ത് വായു ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഓരോന്നിലും പഞ്ചീകരിച്ച രീതിയിലാണ് പഞ്ചഭൂതങ്ങളുള്ളത്. നമ്മളും ഈ പ്രപഞ്ചത്തിൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലും പഞ്ചഭൂതങ്ങളുണ്ട്. പഞ്ചീകരിച്ച പഞ്ചഭൂതങ്ങളായിട്ട് നമ്മളിലും ഉണ്ട്, നമ്മുടെ ഓരോ അവയവങ്ങളായിട്ടൊക്കെ വന്നിരിക്കുന്ന അതാണ്. അപ്പോൾ
ഇങ്ങനെയാണ് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത്. ഉപനിഷത്ത് പറയുന്ന ആ സൃഷ്ടിയാണ് പറഞ്ഞത്. അത് ഒരു കൃത്യമായ ഒരു ടേബിളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കിയൊക്കെ അത് പഠിക്കുക കേട്ടോ. അപ്പോൾ കാരണം ടീച്ചറ് ദേവി പ്രണാമ ദേവീഷ്ടകത്തിലെ ഭൂമയാധിക വികാരയ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ടീച്ചർ. അതെ അതെ, നമുക്ക് അതിനുള്ള പഠിതാക്കളല്ലല്ലോ, നമുക്ക് വേറെ പുതിയതായിട്ടുള്ള ആളുകൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. മറ്റുള്ളവരത് പഠിച്ചിട്ടുണ്ട്, എന്നാലേ ഇവരും കൂടി അത് പഠിക്കട്ടെ. എന്തെങ്കിലും നോട്ട് പോലെ വേണമെങ്കിൽ ടീച്ചറൊന്ന് റെഡിയാക്കുവാണെങ്കിൽ നമുക്ക് ഇവർക്കും കൂടി കൊടുക്കാം സമയം ഉണ്ടെങ്കിൽ. അപ്പോൾ നോക്കാം. ഈ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയശ്ചൈകം ചേതി. ആദിയിൽ ഉണ്മ മാത്രമായിരുന്ന ബോധം ഈ പ്രപഞ്ചമായി തീർന്നു. അതിനോടനുബന്ധിച്ച് ഈ സത്ത് എല്ലാത്തിലും കൂടി ചേർന്ന് ചക്ഷുരാദി ഇന്ദ്രിയങ്ങളും മനസ്സും ഉണ്ടായി എന്നാണ് സൂത്രം. ഈ സൂത്രം ഗുരുവിൻ്റെ ജനനീ നവരത്ന മഞ്ജരിയിലെ സത്തായി നിന്നുപരി ചിത്തായി രണ്ടും എന്നുള്ള ശ്ലോകം വായിച്ച് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അതന്നെയാണ് ഈ പറഞ്ഞേക്കണേ. അതൊക്കെ പഠിക്കുമ്പോൾ എളുപ്പമാവും. സത്തായി നിന്നുപരി ചിത്തായി രണ്ടുമൊരു മുത്തായി മൂന്നുമറിയും ഹൃത്തായി നിന്നതിനു വിത്തായി വിണ്ണൊടു മരുത്തായി ദൃഷ്ടി മുതലായി കുത്തായിടും വിഷയ വിസ്താരമന്നമതിനത്താവുമായി വിലസും സിദ്ധാനുഭൂതിയിലുമെത്താതെയാമതിമഹത്തായിടും ജനനി നീ. നോക്കിക്കേ, എല്ലാവരും ദേവിയുടെ കണ്ണും കാലും മൂക്കും അവയവങ്ങളും ഒക്കെ വർണ്ണിച്ച് ദേവിയെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേവിയുടെ ശരിയായ ചിത്രം എന്താണെന്ന് ഋഷീശ്വരനായ ഗുരു ഭാരതത്തിലെ അധ്യാത്മ ഗ്രന്ഥങ്ങളിലെ ദേവി ആരാധനയുടെ സത്തയെ എടുത്തു വെച്ചിട്ട് പറഞ്ഞു തരിക. ആലോചിച്ച് നോക്കിയേ, ജഗദീശ്വരന്റെ ശക്തിയാണ് ദേവീഭാവത്തിൽ ഇവിടെ വിരാജിക്കുന്നതെങ്കിൽ സത്തായി നിന്നുപരി ഉണ്മയായി ഇരിക്കുന്നത് നീയാണ്. ആ ഉണ്മ ചിത്തായി, ആ ഉണ്മ അനുഭവിക്കുന്ന ബോധമായും ഒരു മുത്തായി മൂന്നും അറിയും. ഈ സത്തും ചിത്തും ചേർന്ന് ആനന്ദമായി അനുഭവിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്നതും ദേവി തന്നെയാണ്. ഉണ്മയും ബോധവും ആനന്ദവും ആയിരിക്കുന്നത് നീയാണ്. പിന്നെ പറയാണ് അതിനു ഹൃത്തായിടുന്നത്, അതിനെല്ലാം ആനുഭൂതികമായി അറിയുന്ന ജീവനായതും നീ തന്നെ. നമ്മൾ പറഞ്ഞില്ലേ, ആകാശം, പ്രാണൻ, പിന്നെ അഹങ്കാരം, ഇന്ദ്രിയങ്ങൾ എന്നൊക്കെ നമ്മൾ സൃഷ്ടി പറഞ്ഞില്ലേ. അത് തന്നെ ഗുരുവും പറയുന്നത്. അതിന് ഹൃത്തായിടുന്നതിന്, അതിനെല്ലാം ഈ സത്തിനെയും ചിത്തിനെയും അറിയുന്ന ജീവനായതും അന്ധകരണമായതും എന്നൊക്കെ പറയാം. അതിന് വിത്തായി, അന്ധകരണത്തിന് വിത്തായ വിണ്ണൊടു മരുത്തായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, അന്ധകരണം ഉണ്ടാക്കിയിരിക്കുന്നത് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ പഞ്ചതന്മാത്രകളെ കൊണ്ടാണ് അന്ധകരണം അല്ലെ. ഇപ്പൊ ഇവിടെ ഇത് മനസ്സിലാവും. അതിന് വിത്തായി ഈ അന്ധകരണമായി ഭാവം പകർന്നിരിക്കുന്ന പഞ്ചഭൂത തന്മാത്രകളായതും നീ തന്നെ. എൻ്റെ ഭഗവാനെ, എല്ലാവർക്കും ഒന്ന് മനസ്സിലാകണേന്ന് ഞാൻ പ്രാർത്ഥിക്കണേ. കാരണം അവിടെ നിന്ന് തന്നത് നമ്മൾ ഇങ്ങനെ ഏഴകളായി ഇരുന്ന് വെറുതെ ചൊല്ലി പോയിട്ട് എന്താ കാര്യമുള്ളേ? മനസ്സിലാക്കണ്ടേ? അപ്പോൾ സത്തും ചിത്തും ആനന്ദമായിരിക്കുന്നത് നീയാണ്. അതിനെ അറിയുന്ന, അനുഭൂതികമായി അറിയുന്ന അന്ധകരണമായിരിക്കുന്നത് നീയാണ്. അന്ധകരണത്തിന് വിത്തായി കണ്ട, അന്ധകരണത്തിന് കാരണമായ വിണ്ണൊടു മരുത്തായി കണ്ട, ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി, ഇതൊക്കെ ആയിരിക്കുന്നത് നീ തന്നെ. ഗുരു എന്ന ആ പരമഋഷിയുടെ അനുഭൂതിയാണ് ഗുരുവിൻ്റെ കൃതികൾ കേട്ടോ. മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്പമെങ്കിലും ചിന്താശക്തി ഉണ്ടെങ്കിൽ ഗുരുവിൻ്റെ ഒരു കൃതിയെങ്കിലും അർത്ഥമറിഞ്ഞ് പഠിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകണം. അത്രമാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അതിന് വിത്തായതും, അന്ധകരണത്തിന് വിത്തായതും വിണ്ണൊടു മരുത്തായി. വിണ്ണെന്ന് പറഞ്ഞ ആകാശം. ഗുരു പല പഞ്ചഭൂതങ്ങളെ പറയാൻ പല മലയാള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആശയം ഒന്നാണ്. വിണ്ണ് എന്ന് പറഞ്ഞാൽ എന്താ? ആകാശം. മരുത്ത വായു. ആകാശം, വായു, ജലം, ഭൂമി, അഗ്നി, ഇതൊക്കെ ആയതും നീ തന്നെ.
ബാക്കിയൊന്ന് ചൊല്ലിക്കേ ടീച്ചറെ. സത്തായി നിന്നുപരി ചിത്തായി രണ്ടും ഒരു മുത്തായി മൂന്നും അറിയും ഹൃത്തായി നിന്ന് അതിനു വിത്തായതും വിണ്ണൊടു മരുത്തായതും പിന്നെ ഉണ്ടോ ദൃഷ്ടി മുതലായി കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് രണ്ടും ഒരു മുത്തായി മൂന്നും അറിയും കൃത്തായി നിന്നതിന് വിത്തായി വിണ്ണൊടു മരുത്തായി ദൃഷ്ടി. അവിടെ നിക്കട്ടെ ടീച്ചറെ, അവിടെ നിക്കട്ടെ. ദൃഷ്ടി മുതലായി കണ്ടോ, ഒരൊറ്റ വാക്കു കൊണ്ടാണ് ഗുരു അത് ദൃഷ്ടി മുതലായി. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ചക്ഷുരാതയശ്ചൈകം ചേതി, ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ട് സൂത്രരൂപത്തിൽ ഇതിനെ ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുക. ദൃഷ്ടി മുതലായെന്ന് പറഞ്ഞാൽ കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക് ചെവി തുടങ്ങിയ ഇന്ദ്രിയങ്ങളായതും ശബ്ദസ്പർശ രൂപരസ ഗന്ധാദികളായ അന്ധകരണമായതും പിന്നെ അതിൽ നിന്ന് രൂപം കൊണ്ട ഇന്ദ്രിയങ്ങളായതും കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക് ചെവി ഇന്ദ്രിയങ്ങളായതും ഇനി കൊത്തായിടും വിഷയവിസ്താരം ജഡമായ ഇനി ഈ പ്രപഞ്ചത്തിലെ 5 ഭൂതങ്ങൾ കൊണ്ട് നിറഞ്ഞ പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചം കൊത്താണ്, ജഡാണ്. അത് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ 5 രൂപത്തിലുള്ള അറിവുകൾ മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് എടുക്കാവുന്ന. അതുകൊണ്ടാണല്ലോ മനുഷ്യന് 5 അറിവ് ജീവി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രപഞ്ച വിഷയങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും അറിയുന്നതും ഇനി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഇല്ല. നമ്മളിങ്ങനെ വെറുതെ ഈ പ്രപഞ്ചത്തിൽ കിടന്ന് അലയുന്നു. നമ്മൾ ഈ പ്രപഞ്ച രഹസ്യം അറിയണം. ഗുരുവിൻ്റെ ഈശ്വരീയ ഭാവം അന്വേഷിച്ച് നമ്മൾ ഹരം കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ അറിയണം നമ്മളിലെ ഈശ്വരീയതയാണ് ഗുരു വെളിപ്പെടുത്തി തരുന്നത്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈശ്വരീയതയാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഉണരേണ്ടത്, ഉയരേണ്ടത്. വെറുതെ ആരാധനയിൽ മാത്രം നിൽക്കരുത്. ഈശ്വരാരാധന ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും. കുറച്ച് പൈസയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇടാം, എന്തെങ്കിലുമൊക്കെ നിവേദനങ്ങൾ സമർപ്പിക്കുക. അതല്ല ഭക്തി. ആത്മാവിനെ കുറിച്ച് നന്നായി ചിന്തിക്കണം, അറിയണം. ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഗുരു ബ്രഹ്മമാണ് പരബ്രഹ്മമാണെന്ന് പറയുമ്പോൾ നമ്മളെന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളാരാന്നാ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ത്വംഹി ബ്രഹ്മ, നീയും ബ്രഹ്മമാണ്. അത് എന്താ നമ്മൾ പഠിക്കാത്തേ? ഗുരു പരബ്രഹ്മ സ്വരൂപനാണെന്ന് പഠിക്കുമ്പോൾ എൻ്റെ ഗുരു ഞാൻ ആരാണ് എന്ന് ശിഷ്യൻ ചെന്ന് ചോദിക്കുകയാണ്. ഞാൻ ആരാണ്? ഞാൻ ഈ സുനിലോ അല്ലെങ്കിൽ ഇന്ദിര ടീച്ചറോ ഒന്നുമല്ല. ഞാൻ ആരാ? ഈ പേരൊക്കെ ഈ രൂപമൊക്കെ എനിക്ക് ഇവിടെ നിന്നിട്ട് കിട്ടിയതല്ലേ, ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ പറയാണ് ഒരു സംശയം ത്വംഹി ബ്രഹ്മ. അല്ലേ, നമ്മളും ബ്രഹ്മം തന്നെയാണ്. ഇന്ദ്രിയങ്ങളോ മനസ്സോ ബുദ്ധിയോ ഒന്നുമല്ല. ഇതെല്ലാം ചേർത്ത് ദൃശ്യതയാ, ഇതെല്ലാം ചേർത്ത് വെച്ചത് അങ്ങനെ തന്നെ അഴിഞ്ഞു പോകും. അഴിയാത്തതൊന്നു മാത്രമേ ഉള്ളൂ, ആ ഒന്നിലും നാശമില്ലാത്ത ആ സത്ത. അതിനെയാണ് ഗുരു ഇതിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ കുത്തായിടും വിഷയവിസ്താരം ശബ്ദസ്പർശ രൂപരസഗന്ധാദികളാകുന്ന ജഡവിഷയങ്ങളായി മാറിയതും അതിനത്താവുമായി അതിനെ അനുഭവിക്കുന്ന ഇന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങളുടെ അനുഭവിക്കുന്ന ശക്തിയായതും. എന്ന് ആലോചിച്ച് നോക്കിയേ, ഗുരുവിൻ്റെ ആ ഒരു ഖവന ചാതുര്യം ഒന്ന് ആലോചിച്ച് നോക്കി. വിഷയവിസ്താരം അന്നമതിനത്താവുമായി വിലസും. അങ്ങനെ അന്നായതും നീ, ഭക്ഷിക്കുന്നവനും നീ, ഭക്ഷണമായതും നീ, ഭക്ഷിക്കുക എന്ന പ്രക്രിയയും നീയാ. അന്നവും അത്താവും ഒക്കെ ഒന്ന് തന്നെ. ഭക്ഷിക്കുക എന്ന പ്രവൃത്തിയും നീ തന്നെ. സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും ബ്രഹ്മശക്തിയായ അമ്മേ ദേവി നീ തന്നെയാ. അല്ലാതെ വാളുമൊക്കെ എന്ത് നിൽക്കണം ദേവിയെ തേടി. ഇവിടെ എങ്ങടെ ഇപ്പോൾ പോകുന്നത്? ഇപ്പോൾ ഒരു ദേവീക്ഷേത്രത്തിൽ നട തുറന്ന് നമ്മൾ ഓടുന്നുണ്ടല്ലോ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട്. ഒരു ദേവീക്ഷേത്രത്തിൽ ഒരു ഓട്ടമുണ്ട് അല്ലേ? അവിടെയൊക്കെ ചെന്നിട്ട് എന്താ നടക്കണ്ടേ? എനിക്ക് കല്യാണം വേണം അല്ലേ, എനിക്ക് പുത്രന്മാർ വേണം. ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന്, നമ്മളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ലാത്തവരല്ലേ? അതെ. ഓടുവാണ്. അത് എത്രയോ മണിക്കൂർ ക്യൂ നിൽക്കുമെന്നറിയോ? ഞാൻ ഓർക്കുന്നത് എന്താ, കാശ് അവിടെ ഇടും, എല്ലാം കൊടുക്കും. പക്ഷെ ഗുരു നമ്മളോട് പറഞ്ഞൊരു ഒറ്റ വാക്കുണ്ട്, വിധി വരച്ചതു മാറി വരാൻ പണി. പ്രതിവിധി. അവിടെ പോയിട്ട് കല്യാണം നടന്നതെന്ന് പറയും. കല്യാണം നടക്കാൻ അതിനകത്തുണ്ട്. ആ
പഞ്ചഭൂതങ്ങളുടെ ചേർച്ചയിൽ ഗണിച്ചു വെച്ചിട്ടുണ്ട്, അവിടെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ അവിടെ ഇവിടെ ഒന്നും ഓടി നടക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയണം. അറിയും. ഈ സമർപ്പണമാണ് ഭക്തിയിൽ നമുക്ക് വേണ്ടത്. ഇതറിയാൻ നമ്മൾ ഇനിയും ഒത്തിരി സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്നിട്ട് ഗുരു പറയുന്നുണ്ട്, സിദ്ധാനുഭൂതിയിലും എത്താതെയാ മതിമഹത്തായിടും ജനനി നീ. അല്ലേ? ആ സിദ്ധന്മാരുടെ അനുഭൂതി ദശയിൽ പോലും നിന്നെ അറിയാൻ പറ്റില്ല. ആ ഗുരുവിനെ നമുക്കിപ്പോൾ സിദ്ധിജാലക്കാരനായിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമെന്നാ പറയണ. ചലനവേദിയിലൊക്കെ പറയണ ആ സിദ്ധിയും ഈശ്വരനീയതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ ആൾക്കാരൊന്ന് കേൾക്കട്ടെ എന്നാ പറയണം, അല്ലേ? അപ്പൊ ഗുരു പറയുന്നത് ആ സിദ്ധാനുഭൂതിയിൽ പോലും സിദ്ധന്മാരുടെ അനുഭൂതി ദശയും കടന്ന ചൈതന്യമാണ് ഗുരുസ്വരൂപങ്ങള്, അല്ലേ? ആ മതിമഹത്തായ ജനനിയെ കുറിച്ച് നമുക്ക് ഗുരു പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മളിവിടെ പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ സൂത്രം ലക്ഷ്യം വയ്ക്കുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവുണ്ടാകുന്നതിന് കാരണമായ മനസ്സും അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളും സത്തിൽ നിന്നാണ് ഉണ്ടായത്. അറിവുണ്ടാകുന്നതിന് കാരണമായ ഇന്ദ്രിയവും മനസ്സും ഈ സത്തിൽ നിന്നാണ് ഉണ്ടായത്. ആ സത്തിൽ നിന്ന് തന്നെയാണ് പ്രതീതമാകുന്നത് എന്നാണ് ആ സതിതമനുസൃത്യ എന്നുള്ളതിലൂടെ പറഞ്ഞത്. വിഷയങ്ങൾ വന്നപ്പോൾ ആ വിഷയങ്ങളിൽ ഈശ്വരശക്തി കടന്നു നിൽപ്പുണ്ട്. ആ ഈശ്വരശക്തി ഇല്ലാതെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളെ എടുക്കാനോ അനുഭവിക്കാനോ പറ്റില്ല എന്നുള്ളതാണ്. പ്രപഞ്ച സൃഷ്ടിയെ സംബന്ധിക്കുന്ന പ്രക്രിയയാണ് ഗുരു ഇവിടെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച് വെക്കുന്നത്, അല്ലേ? അപ്പൊ പിണ്ടനന്ദിയൊക്കെ പറയുമ്പോൾ ഗുരു പറയുന്നല്ലോ, പൊന്നപ്പൻ എന്നു പൊറിവാതിൽ ഒരു 5 മിട്ടു തന്നിട്ടു തന്നെ ഇതുമിന്നറിയുന്നു ശംഭോ. ആ അറിവിന്റെ പൊരി വിതറുന്ന 5 വാതിലുകള് ആ പൊന്നപ്പൻ ജഗദീശ്വരൻ ഇട്ട് തന്നതുകൊണ്ടാണ്, ആ ചക്ഷുരാദികളെ ഇങ്ങനെ ഇട്ട് തന്നതുകൊണ്ടാണ് എനിക്ക് ഈ പ്രപഞ്ചത്തെ അറിയാനും ഇങ്ങനെ വ്യവഹരിക്കാനൊക്കെ സാധിക്കുന്നത് എന്നൊരു ഓർമ്മയെങ്കിലും നമുക്കുണ്ടാകണം. ഇനി നമ്മൾ പറഞ്ഞില്ലേ, ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന, ഈ സത്തിനെ കുറിച്ച് പറയുന്ന വിവിധ ഉപനിഷത്തുക്കളുടെ മന്ത്രവും കൂടിയാണ് നമ്മളിതിൽ ചേർത്ത് പറയണത് കേട്ടോ. അതിൽ തൈത്തിരീയോപനിഷത്തിലെ 2-ാം അധ്യായം പറയുന്നുണ്ട്, തസ്മാദ്വാ ഏതസ്മാദാത്മനഃ ആകാശസംഭൂതഃ ആകാശാദ് വായു വായോരഗ്നി അഗ്നേരാപഃ അദ്ഭ്യഃ പൃഥിവ്യഃ ഓഷധയഃ ഓഷധീഭ്യോ അന്നം അന്നാദ് പുരുഷഃ. ഓക്കെ, തസ്മാദ്വാ, ഇത് വെറുതെ പറഞ്ഞു പോകാനേ നമ്മൾ പറഞ്ഞതാ. തസ്മാദ്വാ ഏതസ്മാദാത്മനഃ ആകാശസംഭൂതഃ, ആ ആത്മാവിൽ നിന്നും, ഏതസ്മാദാത്മനഃ ആത്മാവിൽ നിന്ന് ആകാശമുണ്ടായി. ആകാശാദ് വായു, വായുവിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് വായു. വായോരഗ്നി, വായുവിൽ നിന്ന് അഗ്നി. അഗ്നേരാപഃ, അഗ്നിയിൽ നിന്ന് ജലം. അദ്ഭ്യഃ പൃഥിവി, ജലത്തിൽ നിന്ന്, ആപഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഭക്തിയാണ് അദ്ഭ്യഃ. അദ്ഭ്യഃ പൃഥിവി. പൃഥിവ്യാഹ ഓഷധയഃ, ഭൂമിയിൽ നിന്ന് സസ്യാദികളുണ്ടായി. ഓഷധീഭ്യോ അന്നം, സസ്യങ്ങളിൽ നിന്ന് അന്നം ഉണ്ടായി. അന്നാദ് പുരുഷഃ, പുരുഷനിൽ രൂപം കൊള്ളുന്ന രേതസ്സാണ് സന്താനങ്ങൾക്ക് ബീജമാവുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഈ പ്രപഞ്ച സൃഷ്ടി തൈത്തിരീയോപനിഷത്ത് ഈ രീതിയിലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം എന്തായാലും ഞാൻ ഇതൊന്ന് ചെറുതായ രീതിയിലൊന്ന് കൺക്ലൂഡ് ചെയ്തേക്കാം. ഇവിടെ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത് ഈ സൃഷ്ടിക്രമമാണോ, ക്രമസൃഷ്ടിയാണോ, യുഗപ സൃഷ്ടിയാണോ ഗുരു നമുക്ക് പറഞ്ഞു തരണത്? യുഗപതാണ്, അല്ല? യുഗപം എന്ന് പറഞ്ഞാൽ ഒരുമിച്ചുള്ള സൃഷ്ടിയാണ്. അതായത് ഉറക്കത്തിൽ സ്വപ്നം കാണുമ്പോൾ എല്ലാ അനുഭവം കൂടി ഒരുമിച്ച് അങ്ങോട്ട് വരുന്നത്. ഇപ്പൊ സദ്യ വിളമ്പനാണ്, അരി കൊണ്ടുവന്നു, സാമ്പാർ ഉണ്ടാക്കി, അങ്ങനെയല്ലല്ലോ, എല്ലാം ഒരുമിച്ചല്ലേ നമ്മൾ കാണണേ. അതുപോലെ അത് ഏതിലാണ് ഗുരു യുഗപ സൃഷ്ടി പറഞ്ഞു തരുന്നത്? അധ്യാരോപ ദർശനത്തിൽ എത്രാം മന്ത്രത്തിലാണ്? ആദ്യത്തെ ദശകത്തിലെ 9-ാം മന്ത്രത്തിൽ ഗുരു പറഞ്ഞു തരുന്നുണ്ട്, അർക്കാദ്യഥാക്രമം വിശ്വം തഥാ നൈവേദമാത്മനഃ സുപ്തേരിവ പ്രാദുരാസീത് യുഗപത് സ്വസ്യ വീക്ഷയാ. എന്ന് പറയില്ലേ, ഗുരുവിനെ അറിയണമെങ്കിൽ ഗുരുവിന്റെ കൃതി പഠിക്കണം.
അല്ലേ? ഒരു മഞ്ഞയൊക്കെ ഇട്ട് നമ്മൾ വെറുതെ പൂവൊക്കെ ഇട്ട് വെച്ച് ഒരു നിവേദ്യമൊക്കെ വെച്ചിട്ട് കടന്നു പോകേണ്ട ഗുരുസ്വരൂപം അല്ല ഗുരു. ജ്ഞാനസ്വരൂപനാണ്. നമ്മുടെ ജീവിതത്തെ ആകെ നിറവാർന്നതാക്കാനുള്ള അറിവ് തന്നെയാണ് ഗുരു. ആ ഗുരുവിനെ നമ്മൾ പഠിക്കണം. അതാണ് വേണ്ടത്. അർക്കാദ്യഥാക്രമം വിശ്വം. ചന്ദ്രൻ, ഈ സൂര്യനിൽ നിന്നാണ് പല ഉപനിഷത്തുക്കളും സൂര്യനിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആധുനിക ശാസ്ത്രം പറയുന്നത് സൂര്യന്റെ ഒരു ഭാവം ഉരുകി ഒലിച്ച് താഴെ വീണ് അത് തണുത്ത് കട്ടിപിടിച്ചതാണ് ഭൂമി എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഗുരു, ശാസ്ത്രത്തിന് മുൻപേ ഗമിച്ച ഋഷീശ്വരനായ ഗുരു ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു കണ്ടുകൊണ്ടാണ് ഗുരു പറയണത് അർക്കാദ്യഥാക്രമം വിശ്വം തഥാ നൈവ. അർക്കനിൽ നിന്നാണ്, സൂര്യനിൽ നിന്നാണ് യഥാക്രമം ഈ ഭൂമി ഉണ്ടായത്, ഈ പ്രപഞ്ചം ഉണ്ടായത് എന്ന് പറയുന്നു. തഥാ നൈവ, അങ്ങനെയല്ല. ആത്മനഃ പ്രാദുരാസീത്, എങ്ങനെയാ? ആത്മാവിൽ നിന്ന് ഒരേ സമയത്ത് യുഗപത് ഒരുമിച്ച് സ്വസ്യവീക്ഷയ പരമേശ്വരൻ സങ്കല്പമാത്രേണ സസർജ പരമേശ്വര. പരമേശ്വരന്റെ സങ്കല്പത്തിൽ നിന്ന് ഒരുമിച്ചാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്ന് പറയാണ്. അത് എപ്പോഴാ? ഉറക്കത്തിലെ എങ്ങനെയാണോ ഒരുമിച്ച് സ്വപ്ന ദൃശ്യങ്ങൾ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നത്, അതുപോലെ ജഗദീശ്വര സങ്കല്പത്തിൽ നിന്നും ഒരുമിച്ചാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് സൃഷ്ടിയാണ് പറയുന്നത്? ഗുരു യുഗപ സൃഷ്ടിയാണ് പറയുന്നത്, അല്ലെ? ഒരുമിച്ചുള്ള സൃഷ്ടിയാണ് ഗുരു ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ദാനാദിവ, അതും കൂടി ഒന്ന് പഠിച്ചോളണം. ദാനാദിവ വടോ യസ്മാത് പ്രാദുരാസീരിതം ജഗത് സബ്രഹ്മ സ ശിവോ വിഷ്ണു സപര സർവയേവ സഹ. ഏത് ദശകാണെന്ന് നോക്കട്ടെ, ദർശനമാലയിൽ ഏത് അധ്യായമാണെന്ന് നോക്കുക കേട്ടോ. ദാനാദിവ വടോ യസ്മാത് പ്രാദുരാസീരിതം ജഗത്. എപ്രകാരം വിത്തിൽ നിന്ന് എപ്രകാരമാണോ ഒരു എന്താ പറയാ വൻ വൃക്ഷത്തെ ഉണ്ടാക്കുന്ന ഒരു മുള ഉണ്ടായത്, അതുപോലെ ആണ് ജഗദീശ്വരനിൽ നിന്നും ഈ പ്രപഞ്ചം ഉണ്ടായത്. ആ പ്രപഞ്ചം തന്നെയാണ് സ ബ്രഹ്മ സ ശിവോ വിഷ്ണു സ പര സർവയേവ സഹ. കണ്ടോ? അപ്പൊ പ്രാപഞ്ചിക ശക്തിയാണ് ബ്രഹ്മവും വിഷ്ണുവും ശിവനും. അവൻ തന്നെയാണ് പരൻ, അവൻ തന്നെയാണ് എല്ലാമായി മാറിയിരിക്കുന്നത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കും പരനായിരിക്കുന്നവനാണ് ആ ജഗദീശ്വരൻ. അവനാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ പ്രാപഞ്ചിക ശക്തികള് ഗുണത്തിൽപ്പെട്ടിരിക്കുന്നവരാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരാദികളെന്ന് അറിയണം, അല്ലെ? ആ ഒരു അറിവാണ് നമ്മളെ ഈ പരമമായ അറിവിലേക്ക് നമ്മളെ എത്തിക്കുന്ന അറിവ് ഇതാണ്. പക്ഷേ നമ്മുടെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ഭഗവാന്റെ സൃഷ്ടിയെ അറിയാതെ നമ്മുടെയൊക്കെ ജീവിതം, അതായത് സ്വാനുഭവ ഗീതിയിൽ പറയുന്ന ഒരു ശ്ലോകം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. ശിവനെ നിന്നിലിരുത്തി, ഇത് ശ്ലോകം ഒന്ന് കണ്ടെത്തിയേക്കണേ. ശിവനെ നിന്നിലിരുത്തി ചെവിമിഴി മുതലായി ഇറങ്ങിമേയുന്നു. ചെവിമിഴി മുതലായി ഇറങ്ങിമേയുന്നു. ഗുരുവിന്റെ സ്വാനുഭവമാണത്. ശിവനെ നിന്നിലിരുത്തി ചെവിമിഴി മുതലായി ഇറങ്ങിമേവുന്നു. ഇവനോടു കൂടി വരും മറ്റവകളുമെല്ലാം ഇതെന്തു മറിമായം. ഇവനോട് കൂടി വരും മറ്റവകളുമെല്ലാം ഇതെന്തു മറിമായം. അത് പറയാ, ശിവനെ, ശുദ്ധബോധസ്വരൂപമായ ഭഗവാനെ, നിന്നിൽ തന്നെ ഇരുന്നു കൊണ്ട്, നീ എന്ന അധിഷ്ഠാന സത്തയിൽ ഇരുന്നു കൊണ്ടാണ് ചെവി, മിഴി, അല്ലെ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് ഇത് പ്രവർത്തിക്കുമ്പോൾ ഇവനോട് കൂടി വരും, ഈ ഇന്ദ്രിയങ്ങളോട് കൂടി വരും മറ്റവൻ, അതെ വാസന, കർമ്മവാസനകള്. ഈ ഇന്ദ്രിയങ്ങളിൽ ആ കർമ്മവാസനയും കൂടിയാണ് ഇവൻ ഈ ലോക ജീവിതത്തിൽ വ്യവഹരിക്കുന്നത്. ഓരോരുത്തരുടെ വാസനക്കനുസരിച്ചല്ലേ നോക്കും, നടപ്പും, രുചിപ്പും ഒക്കെ. അപ്പൊ അതാണ് പറയുന്നത്, ഇവനോട് കൂടി വരും മറ്റവകളുമെല്ലാം. ആ വാസനകളും ഇവനോട് കൂടി തന്നെ കടന്നു വരും. എന്നിട്ട് പറയാണ്, ഇതെന്തു മറിമായം. ഈ ബോധത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് ബോധത്തിന് നോക്കാൻ നേരമില്ല. വെറും നശ്വരങ്ങളായ ജഡവസ്തുക്കളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇതെന്തൊരു മറിമായം. ഇത് ഒരു നന്ദിയില്ലായ്മയല്ലേ? ബോധത്തിലിരുന്ന് പ്രവർത്തിച്ചിട്ട് ബോധത്തെ നോക്കാതെ അറിയാതെ മറ്റ്
എന്താ പറയുക, വാസനാമയമായ ആ ഒരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സഞ്ചരിക്കുന്നത് മറിമായം തന്നെ, നന്ദിയില്ലായ്മ തന്നെയാണ് എന്ന് ഗുരു പറയാണ്. അപ്പോൾ നമ്മളുടെ 8ാമത്തെ സൂത്രം നിർത്തുകയാണ് അങ്ങോട്ട്. അതായത് പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയശ്ചൈകം ചേതി എന്ന 8ാമത്തെ സൂത്രം പറയുന്നത്, ആദിയിൽ ഉണ്മ മാത്രമായിരുന്ന ബോധം ഈ പ്രപഞ്ചമായി മാറിയപ്പോൾ അതിനോടനുബന്ധിച്ച് ചക്ഷുരാദി ഇന്ദ്രിയങ്ങളും മനസ്സുമായി മാറി എന്ന് ആ ശാസ്ത്രത്തിന് മുൻപേ ഗമിച്ച ഋഷീശ്വരനായ ശ്രീനാരായണ ഗുരുദേവൻ സർവ്വവേദങ്ങളുടെയും സർവ്വ ഉപനിഷത്തുക്കളുടെയും സത്തയെ എടുത്തു വെച്ചുകൊണ്ട് ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇത്രയും സമയം എൻ്റെ വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരു ഓം തസ്ത്.